ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, ഭദ്രാവതി രൂപതയുടെ അമരക്കാരന് CML കർണാടക സ്റ്റേറ്റ് രക്ഷാധികാരിയുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യ പിതാവേ, CML നാഷണൽ വൈസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മറ്റം, CML സ്റ്റേറ്റ് പ്രസിഡന്റും നാഷണൽ ജനറൽ ഓർഗനൈസറുമായ മിസ്റ്റർ ജോൺ കൊച്ചു ചെറുനിലത്ത്, ഭദ്രാവതി രൂപതയുടെ ചാൻസലറും കാറ്റഗിസം ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ ടിനോ വല്ലാരങ്കാലായി, മാണ്ഡ്യ സിങ്ങാടി CML വൈസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ റോഷൻ പുതുശ്ശേരി, സ്റ്റേറ്റ് റീജിയണൽ ഓർഗനൈസർ മിസ്റ്റർ ഷിജു പനച്ചിക്കൽ, എന്നാർപുര കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കുളത്തിങ്കൽ, എന്നാർപുര കത്തീഡ്രൽ ചർച്ച് CML സംഘടനയുമായി ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരണം കൊച്ചു ത്രേസ്യ പുണ്യവതി തന്നെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള ഈ ദേവാലയം CMLനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചരിത്രങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2019 ഒക്ടോബർ 28 നടന്ന ദേശീയ സംസ്ഥാന സംയുക്ത വാർഷികം നമ്മുടെ രൂപതയിൽ ഒരു ചരിത്ര സംഭവമായിരുന്നു. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ എന്നാർപുരയാണ്. ഈ എന്നാർപുര, ഈ ദേവാലയവും ഈ എന്നാർപുര ഇടവകങ്ങളും ഈ പ്രദേശവും അതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇന്നിതാ വീണ്ടും ഒരു ചരിത്ര സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. CML സംഘടനയുടെ പ്ലാറ്റിനം ജൂബിലി സംസ്ഥാനതല ഉദ്ഘാടനവും ഭദ്രാവതി രൂപതല ഉദ്ഘാടനവും ഇന്നിവിടെ നടക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ എല്ലാവരെയും സ്നേഹപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവർ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അഭിമന്യ പിതാവ് നമ്മുടെ രക്ഷാധികാരിയാണ്. പ്രത്യേകിച്ച് CML സ്റ്റേറ്റ് രക്ഷാധികാരിയായിട്ട് നിൽക്കുകയാണ്. അഭിമന്യ പിതാവിനെ നമുക്കറിയാം, CMLുമായി ഒത്തിരി ബന്ധപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും CMLന്റെ പൾസ് അറിയാവുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ CMLന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ, കാര്യങ്ങൾ ചോദിച്ചറിയാൻ, ധീരതയോടെ മുന്നേറുവാൻ നമുക്ക് ശക്തിയും പ്രചോദനം നൽകുന്നത് അഭിമന്യ പിതാവാണ്. ഇന്നലെ രാത്രി അഭിമന്യ പിതാവിനെ ഞാൻ ഇന്ന് ഫോണിൽ വിളിക്കാൻ ആഗ്രഹിച്ചു. 9:30-10 മണിയൊക്കെയായി. അപ്പൊ എനിക്കൊരു ശങ്ക, പിതാവ് തിരക്കിലായിരിക്കും, എന്റെ ഈ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പിതാവിന് അസൗകര്യം ഉണ്ടാകുമോ എന്നൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇടയന്റെ മനസ്സ്, അല്ലെങ്കിൽ ഒരു ആടിന്റെ മനസ്സറിഞ്ഞ ഒരു ഇടയന്റെ ശൈലിയാണ് അഭിമന്യ പിതാവിൽ നിന്ന് എനിക്ക് ഇന്നലെ ലഭിച്ചത്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അഭിമന്യ പിതാവ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാണ് ആടിന്റെ മനസ്സറിയുന്ന ഇടയൻ എന്ന് പറയുന്നത്. എന്നെ വിളിച്ച് സംസാരിച്ചു.
എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം ക്രമപ്പെടുത്തിയോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അത് വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ CMLന്റെ രക്ഷാധികാരിയായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമന്യ പിതാവ് നമുക്ക് പ്രചോദനമാണ്. അഭിമന്യ പിതാവിനെ ഈ ധന്യ മുഹൂർത്തത്തിൽ, വത്സല പിതാവിനെ ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അൽമായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അൽമായർ നെടുത്തുടാനും ശക്തമായിരിക്കണം. ജോൺ സാറിനെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാഷണൽ റീജിയണൽ ഓർഗനൈസർ മിസ്റ്റർ എന്നാർപുര ഫൊറോന CML ഡയറക്ടർ, നമ്മുടെ എന്നാർപുര കത്തീഡ്രൽ ചർച്ചിന്റെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ തോമസ്, നമ്മുടെ രൂപതയുടെ ചാൻസലറും അതുപോലെ തന്നെ പ്രസംഗം പറയേണ്ടതുണ്ട്, എല്ലാം ചെയ്യേണ്ടതുണ്ട്, അവർക്ക് നമുക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഈ ദിവസമായതുകൊണ്ടൊക്കെ നമുക്ക് സ്റ്റുഡൻസ് കുറഞ്ഞു പോയി. എങ്കിലും എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ ജിനു സന്നിഹിതയാണ്. ഈ അവസരത്തിൽ എല്ലാവരുടെ നാമത്തിൽ ഞാൻ കുമാരി ജിനുവിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്തുവെങ്കിലും ഒത്തിരി പേർ CMLനോട് സഹകരിച്ച് CMLനെ സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സും ഒത്തിരി ആത്മായ സഹോദരങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. സമയപരിധിയിൽ എല്ലാവരെയും ഞാൻ പേര് ചൊല്ലി വിളിക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഈ CML സംഘടന നാമത്തില്, അഭിമന്യ പിതാവിന്റെ നാമത്തില്, ഈ CML ഭാരവാഹികളുടെ നാമത്തില് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ് ബിഷൻ ലീഗ്. നല്ല ഊഷ്മളമായ വാക്കിലൂടെ നമ്മെ ഏവരെയും സ്വാഗതമേകിയ സെബാസ്റ്റ്യൻ അച്ഛന് ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ അച്ഛന് സ്വാഗതം ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കർത്തവ്യം തന്നെയാണ്. അച്ഛന്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ അച്ഛന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നല്ല ഹൃദയത്തിന്റെ ഭാഷയിൽ അച്ഛന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33. ആമുഖ സന്ദേശത്തിനായി CML നാഷണൽ വൈസ് ഡയറക്ടർ, ബെൽത്തങ്ങടി രൂപതയുടെ ഡയറക്ടറുമായിരിക്കുന്ന ഫാദർ ജോസഫ് മറ്റത്തച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതമേ, നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ ആപ്തവാക്യവുമായി സ്വീകരിച്ച്
ഒരു ചെറിയ സംഘടന 1947 ഭരണങ്ങാനത്ത് ആരംഭിച്ചത് ഇന്ന് ലോകം മുഴുവൻ പന്തലിച്ച് ഒരു വലിയ സംഘടനയായി മാറിയിരിക്കുകയാണ്. അതിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടന ചടങ്ങില് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരണം ഭദ്രാവതി രൂപതയുടെ മെത്രാനും അതുപോലെ കർണാടക സ്റ്റേറ്റിന്റെ CMLന്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന അരുമച്ചാടത്ത് പിതാവ്, ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും കർണാടക സംസ്ഥാന CMLന്റെ അധ്യക്ഷനുമായ ജോണി ചെറുനിലം സാറേ, കർണാടക CMLനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പുല്ലുകാട്ടച്ച, സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ദേശീയ സംസ്ഥാന രൂപത മേഖല ഭാരവാഹികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു മിഷണറിമാരെ, ഒത്തിരി സന്തോഷത്തിൻ്റെ പ്രത്യേകമായി കർണാടക CMLന് വലിയ ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിന്റെ ആഘോഷമാണെന്ന് പറഞ്ഞാൽ 74 വർഷങ്ങള് ഭാരതം മുഴുവനും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കർത്താവിന് വേണ്ടി ഒത്തിരിയേറെ ആളുകളെ നേടിയ ഈ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനത്തിന്റെ ആനന്ദമാണ്. പാലായിലെ ഭരണങ്ങാനത്ത് ഒരു ദിവസം നമ്മുടെ കുഞ്ഞേട്ടിൽ നിന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹാം പല്ലാട്ടുകുന്നേല് മാലിപ്പുറമ്പിലച്ഛന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അച്ഛാ, നമുക്കൊരു അൽമായ പ്രേക്ഷിത സംഘടന വേണ്ടേ? നമുക്ക് അൽമായർക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്തണ്ടേ? മാലിപ്പുറമ്പിലച്ഛൻ പറഞ്ഞു, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇത് ആവശ്യമാണ്. അവരെന്ന് ആലോചിച്ച ആ ആലോചന ഒരു സംഘടനയായി 1947 ഒക്ടോബർ മാസം 3-ാം തീയതി അത് രൂപം കൊണ്ടു. അത് രൂപം കൊണ്ടത് 7 പേര് മാത്രമുള്ള ഒരു ചെറിയ സംഘടനയായിട്ടാണ്. പക്ഷേ അത് ദിവസങ്ങൾ പോകുന്തോറും അത് വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. കാരണം അത് ഒരു മിഷൻ സംഘടനയായി. അവിടുത്തെ ജനങ്ങളെല്ലാം അതിനെ തങ്ങളുടെ നെഞ്ചിലേറ്റി. അവർ അതിന് സഹായം നൽകി, പിടിയരി നൽകി. ഈ 7 പേരും ഭരണങ്ങാനത്തെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും കയറിയിറങ്ങി. എന്തിനു വേണ്ടിയാ? അങ്ങ് ദൂരങ്ങളിൽ നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായതുകൊണ്ട് അതുകൊണ്ട് ആ സംഘടനയില് ആളുകൾ കൂടി, അംഗങ്ങൾ കൂടി. അടുത്ത ഇടവകളിലൊക്കെ അത് പരന്നു. അങ്ങനെ 75-ാം വർഷമാകുമ്പോൾ ഇന്നത് ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇന്ന് അമേരിക്കയില്, കാനഡയില്, ഇംഗ്ലണ്ടില്, യൂറോപ്പില്, ഇതുപോലെ ഖത്തറില്, ഓസ്ട്രേലിയയിലൊക്കെ ഇതിന്റെ ഓരോ ശാഖകൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ കുട്ടികളൊക്കെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതില് വലിയ അഭിമാനമുണ്ട് CML. ഈ ചെറിയ സംഘടന ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭ ഏറ്റെടുത്തിട്ട് ഇതിൽ വലിയ ശക്തി പകർന്നിരിക്കുകയാണ്. സീറോ മലബാർ സഭ പറഞ്ഞു, ഇത് നമ്മുടെ സംഘടനയാണ്, ഈ സംഘടനയെ നമ്മൾ വളർത്തണം. ഈ സംഘടന ലോകത്തിന് മുഴുവനും ഇന്ന് അഭിമാനമാണ്, ലോകത്തിന് മുഴുവനും പ്രേക്ഷിതരെ നൽകുന്ന സംഘടനയാണ്. അതുകൊണ്ട് സീറോ മലബാർ സിനഡ് ഇതിനെ ഏറ്റെടുത്തു. ഈ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ രക്ഷാധികാരിയായിട്ട് നമുക്കിന്നുള്ളത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ്. സിനഡ് അതിനെ നമ്മുടെ വൊക്കേഷൻ കമ്മീഷന് ഏൽപ്പിച്ചു. വൊക്കേഷൻ കമ്മീഷന്റെ കീഴിലാണ് ഇന്ന് CML പ്രവർത്തിക്കുന്നത്. അതിന്റെ ചെയർമാനായിട്ടുള്ളത് നമ്മുടെ വെളുത്തങ്ങടി രൂപതയുടെ മാർ ലോറൻസ് മുക്കുടി പിതാവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ജോർജ് ഞല്ലക്കാട്ട് പിതാവും അതുപോലെ പാലായിലെ മുരിക്കൽ പിതാവും ഒക്കെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് ഒരു ടീമായിട്ട് അവർ ജോലി ചെയ്യുമ്പോൾ മിഷൻ ലീഗിന് ഇന്ന് തീർച്ചയായിട്ടും ഒരു സുവർണ കാലമാണ്.
കാരണം ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ വളർത്തും. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ നമുക്ക് ഒത്തിരി അച്ഛന്മാരെ കാണാൻ സാധിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, അച്ഛന്മാരുടെ സംഘടനയാണ് അല്ല. ഇത് അച്ഛന്മാര് അവരേറ്റെടുത്തുകൊണ്ട് ആ തീക്ഷ്ണതയിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അത് പടരുന്നത് നമ്മുടെ കുട്ടികളിലേക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ മിഷൻ തീക്ഷ്ണത ഉണ്ടാകണം. ആ തീക്ഷ്ണത ഉണ്ടായി അവരവിടെ വളർന്നാലേ നമുക്ക് നല്ല നേതാക്കന്മാരെ കിട്ടുകയുള്ളൂ. നമുക്ക് ലോകം മുഴുവനും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ സന്ദേശം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ തീക്ഷ്ണതയെ അച്ഛന്മാരും സിസ്റ്റേഴ്സും പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ജൂബിലി വർഷം പ്രവർത്തന നിരതരാകണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നല്ല ആത്മായ പ്രേക്ഷിതരുള്ള സംഘടനയാണ് ഈ ചെറുപുഷ്പം മിഷൻ ലീഗ്. 20 ലക്ഷം അംഗങ്ങളുണ്ടെന്ന്. അതുപോലെ തന്നെ സഭയ്ക്ക് 50,000-ൽ പരം ദൈവവിളികൾ സമ്മാനിച്ച ഒരു സംഘടനയായി ചെറുപുഷ്പം മിഷൻ ലീഗ്. 52 മെത്രാന്മാര് പല രൂപതകളിലായിട്ട് ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ സംഘടനയിൽ നിന്ന് വളർന്നു വന്നവര് അവരൊക്കെ വലിയ അഭിമാനമാണ്. മാത്രമല്ല അവരൊക്കെ ഇതിന് വലിയ പിന്തുണയുമാണ്. അതുകൊണ്ട് തന്നെ മിഷൻ ലീഗ് ഇന്ന് ലോകത്തെ മുഴുവനും കീഴടക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ വളർന്നിരിക്കുകയാണ്. ആ വലിയ ദൗത്യം നമ്മളൊക്കെ ഏറ്റെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ജൂബിലി ആഘോഷിച്ച് ഇവിടെ തണുത്തു പോകേണ്ട ഒരു സംഘടനയല്ല, മറിച്ച് ഇതിന്റെ ആവേശം നമ്മൾ എല്ലാവരും കൂടുതലായിട്ട് ഏറ്റെടുക്കണം. വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഈ 3 കാര്യങ്ങൾ ലക്ഷ്യമാക്കി എടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ദൈവവിളി പ്രോത്സാഹനത്തെ നമ്മൾ എല്ലാവരും നടത്തണം. ദൈവവിളി നമ്മുടെ ഇടവകളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രേക്ഷിത പ്രവർത്തനം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ ഓരോ അംഗങ്ങളും ഞാനൊരു പ്രേക്ഷിതനാണ്, പ്രേക്ഷിതയാണെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവിളികള് നമ്മുടെ ഇടവകളിലൊക്കെ വളർന്നു വരും. ആ തരത്തില് ദൈവവിളി വളർത്തിയെടുക്കുന്ന നല്ല സംഘടനയായിട്ട് ഈ ചെറുപുഷ്പം മിഷൻ ലീഗിനെ നമുക്ക് കർണാടകയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് മനുഷ്യൻ ലൗകികതയിൽ ആയതുകൊണ്ട് അവനെ ലോകത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ അവനെ ആകർഷിക്കുകയാണ്. അതുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ലൗകിക കാര്യങ്ങളെ സ്വന്തമാക്കാനും ലോകത്തിന്റെ സുഖങ്ങളിലായിരിക്കാനും മനുഷ്യൻ തത്രപ്പെടുകയാണ്. അങ്ങനെ തത്രപ്പെടുന്ന മനുഷ്യനോട് ഒരു പ്രേക്ഷിത ചൈതന്യം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ലൗകിക കാര്യങ്ങളിൽ മുഴുകി ഇവിടെ നശിക്കാനുള്ളവരല്ല. നമുക്ക് വലിയ ആധ്യാത്മികതയുണ്ട്. ലോകത്തെ മുഴുവനും ആധ്യാത്മികത കൊണ്ട് കീഴടക്കേണ്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞു കൊടുക്കുവാന് മിഷൻ ലീഗിന്റെ ഓരോ അംഗങ്ങളും തീക്ഷ്ണമതികളാണ്. പല ജിഹാദി സംഘടനകളും സഭയെ തകർക്കാൻ, രാജ്യത്തെ തകർക്കാൻ, ലോകത്തെ തകർക്കാൻ നോക്കുമ്പോൾ അവര് തകർക്കുന്നത് എങ്ങനെയാണ്? ശത്രുത കൊണ്ട്. അവർ തകർക്കുന്നത് കൊന്നും തെറിവിളിച്ചുമൊക്കെയാണ്. അങ്ങനെയല്ല, ലോകത്തെ മുഴുവനും ജയിച്ചടക്കിയ യേശുനാഥന് സ്നേഹം കൊണ്ട് ലോകത്തെ പടുതുയർത്തുവാന് രക്ഷിക്കുവാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് ആ സ്നേഹത്താല് ലോകത്തെ നേടിയെടുക്കുവാന് കുട്ടികള് വളർന്നില്ലെങ്കിൽ മറ്റവര് പറയുന്ന കാര്യങ്ങൾ നിറവേറും. അതിന് നമ്മൾ ആരും അനുവദിച്ചേക്കുന്നത്. ലോകത്തെ മുഴുവനും കർത്താവിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി ഈ തീക്ഷ്ണതയെ നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൈമാറി പ്രേക്ഷിത ചൈതന്യത്തില് വളർന്നു വരുന്ന ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ അംഗങ്ങളെ നമുക്ക് കർണാടകയിൽ മുഴുവനും വളർത്തിയെടുക്കാം. അവരെ ഓരോരുത്തരെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി നമുക്ക് അയക്കാം. അതിന് അച്ഛന്മാരാകണം, സിസ്റ്റേഴ്സ് ആകണമെന്നല്ല. അവരെവിടെ പോയാലും അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. കാരണം ഓരോ ക്രിസ്ത്യാനിയും ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് തന്റെ മാമോദീസയുടെ സമയം മുതൽ ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ 2 പ്രാവശ്യം ആ വായന കേട്ടോ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ,
കർത്താവിന്റെ ആ കൽപ്പന ഏറ്റെടുത്ത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടവരാ. ആ പ്രേക്ഷിത ചൈതന്യവും ആ തീക്ഷ്ണതയും നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിന്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പ്രേക്ഷിത സംഘടനയുടെ മധ്യസ്ഥയായ കൊച്ചു ത്രേസ്യ തന്റെ ചെറിയ ചെറിയ പ്രവർത്തികൾ വഴി കുറുക്ക് വഴികൾ കാണിച്ചു തന്നുകൊണ്ടാ സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്നും കർത്താവിന്റെ സ്നേഹം ലോകം മുഴുവനും എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ കുറുക്ക് വഴികൾ ഉപയോഗിക്കുവാന്, ഈ കൊച്ചുദേശിയെ കാണിച്ചു തന്ന വഴികൾ ഉപയോഗിക്കുവാന്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാന് നാം ആരും മറക്കരുത്. ഈ പ്ലാറ്റിനം ജൂബിലി വർഷം ഒരു നല്ല മാർഗരേഖ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ, ഇത് ദേശീയത്തിന്റെ മാർഗരേഖയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ മാർഗരേഖ കിട്ടും. ഇതിൻ്റെ അകത്ത് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ ഈ അംഗങ്ങളെ പ്രവർത്തനപ്പിക്കുവാൻ ഈ പ്ലാറ്റിനം ജൂബിലി വർഷം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ പ്രേക്ഷിത തീക്ഷ്ണതയിൽ വളരുമെന്ന് ഞാൻ പറയുകയാണ്. ഒരു ഉദാഹരണം മാത്രം പറയുക ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. എ ഗുഡ് ഡീഡ് എ ഡേ, ഒരു ദിവസം ഒരു നന്മ പ്രവർത്തി. ഈ പ്ലാറ്റിനം ജൂബിലി വർഷം മുഴുവനും ഇതിന്റെ അംഗങ്ങള് ഒരു ദിവസം ഒരു നന്മ പ്രവൃത്തി ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഇടവകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശീലനം കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ജൂബിലി വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല പ്രേക്ഷിതരായി വളരും. അത് പഠിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മളെല്ലാവരും, അച്ഛന്മാരും സിസ്റ്റേഴ്സും മതാധ്യാപകരും അതുപോലെ എല്ലാ പ്രേക്ഷിതരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അത് കൈമാറി അവർ നല്ല രീതിയിൽ പ്രേക്ഷിതരായി തീക്ഷ്ണതയുള്ളവരായി വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ ജൂബിലി വർഷം ജൂബിലിയുടെ നിറവില് വലിയ പ്രേക്ഷിതരായി നമുക്ക് മുന്നേറാം. പ്രത്യേകമായിട്ട് ഞാൻ അമീയ പിതാവിനെയും അതുപോലെ ഈ ഭദ്രാവതി രൂപതയിൽ ഇത് സംഘടിപ്പിച്ച പുല്ലുകാട്ടച്ഛനെയും എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമുക്ക് നല്ല ഒരു പ്രേക്ഷിത മുന്നേറ്റം ഇവിടെ വരത്തക്ക രീതിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് മിഷൻ. CML സംഘടനയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളായിരിക്കും പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി, പ്രോത്സാഹനം. ഈ 3 കാര്യങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്റെ ആമുഖ പ്രസംഗത്തിലൂടെ നമുക്ക് ഉത്തരം മരളിയ ഫാദർ ജോസഫ് മറ്റത്തച്ഛന് നന്ദി. അടുത്തതായി, I am the light of the world. Whoever follows me will never walk in darkness, but will have the light of the life. ഇന്നത്തെ ഈ ചടങ്ങ് ദീപം തെളിയിച്ച് പ്രകാശമയമാക്കുവാൻ നമ്മുടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് പരുമച്ചാടത്ത് പിതാവിനോടൊപ്പം വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Come on.
ബഹുമാനത്തോടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് പെരുമച്ചാടത്ത് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ കർണാടക സംസ്ഥാന പ്രസിഡന്റും നാഷണൽ ജനറൽ ഓർഗനൈസറും ഒപ്പം ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ജോൺ സാറെ, ചെറുപുഷ്പ മിഷൻ ലീഗ് നാഷണൽ വൈസ് ഡയറക്ടർ, ഒപ്പം തന്നെ ബെത്തങ്ങാടി രൂപതയുടെ മിഷൻ ലീഗിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന പ്രിയപ്പെട്ട ടോമീച്ച, ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ കർണാടക സ്റ്റേറ്റ് ഡയറക്ടർ, ഒപ്പം തന്നെ ഭദ്രാവതി രൂപത CMM ഡയറക്ടറുമായിരിക്കുന്ന പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, മിഷൻ ലീഗ് സ്റ്റേറ്റ് ഡയറക്ടറായിരിക്കുന്ന മഞ്ചേരിയുടെ CMM ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട ബെനിയച്ച, സ്റ്റേറ്റ് ഓർഗനൈസറായിരിക്കുന്ന റോഷൻ പുതുശ്ശേരി അച്ഛ, പ്രിയപ്പെട്ട ലിനോ അച്ഛ, തോമസ് അച്ഛ, ജെയിംസ് അച്ഛ, കർണാടക സ്റ്റേറ്റ് ഓർഗനൈസറായിരിക്കുന്ന മിസ്റ്റർ റീജിയണൽ ഓർഗനൈസറായിരിക്കുന്ന ഷിജു, പ്രിയപ്പെട്ട ജിനു വാഴപ്പള്ളി, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അംഗങ്ങളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ നാമത്തിലുള്ള എന്നാർപുര ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മൾ ഈ ജൂബിലി സമ്മേളനത്തിലാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ കർണാടക സംസ്ഥാന തലത്തിലുള്ളതും ഒപ്പം തന്നെ ഭദ്രാവതി രൂപതയുടെ തലത്തിലുള്ളതുമായ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നമ്മുടെ ഈ ജൂബിലി ആഘോഷത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹവും ഒപ്പം തന്നെ ജൂബിലി ആഘോഷത്തിൻ്റെ മംഗളങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം നേരുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് സമ്മേളിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട് കടന്നു പോകുന്ന കോവിഡ് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലവും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അല്പം കൂടി വിപുലമായ ഒരു സമ്മേളനം 3 രൂപതകളുടെ തരത്തിലുള്ള ഈ ജൂബിലി ഉദ്ഘാടനത്തിൽ സംഘടിപ്പിക്കുവാൻ പറ്റുമായിരുന്നു. ഒരു പക്ഷേ നമുക്ക് ജൂബിലിയിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. ജൂബിലിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ജൂബിലി സമാപനത്തിലൊക്കെ അതുകൂടി വിശാലമായിട്ടുള്ള ഒരു സമ്മേളനം ഉണ്ടാകും എന്ന് നമുക്ക് ഓർക്കാം. ഇപ്പോഴത്തെ ഈ ചെറിയ സമ്മേളനം യഥാർത്ഥത്തിൽ മിഷൻ ലീഗിന്റെ ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ ആരംഭത്തിലേക്ക് എന്റെ ചിന്ത കൊണ്ടുപോവുകയാണ്. ഒരു ചെറുവിത്ത്, നമുക്കറിയാം, ആ വിത്തില് ഒരു വലിയ മരം അല്ലെങ്കിൽ വലിയൊരു ചെടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതൊരു വിത്തിലും ആ വിത്ത് നിലത്ത് വീണ് കഴിയുമ്പോൾ അതിന് സൂര്യപ്രകാശവും ജലവും വായുമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ അത് ക്രമേണ മുളപൊട്ടി വളർന്ന് അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർന്ന് ക്രമേണ വലിയ വൃക്ഷമായി തീരും. മിഷൻ ലീഗിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണെന്ന് നമുക്കറിയാം. 74 വർഷങ്ങൾക്ക് മുൻപ് വെറും 7 പേരുമായിട്ട് ഭരണകാലത്ത് ആരംഭിച്ച ഈ സംഘടന ഇന്ന് നമ്മളുടെ പല പ്രാവശ്യം കേട്ടതുപോലെ, ഇപ്പോൾ ടോമിച്ചിന് വളരെ വിശദമായിട്ട് പറഞ്ഞതുപോലെ, കേരളവും ഭാരതത്തിന്റെ സീമകളും കടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകം മുഴുവനും എന്ന് തന്നെ പറയാം, വ്യാപിച്ച് ഇരിക്കുന്ന ഒരു വലിയ സംഘടനയായിട്ട്, വലിയൊരു വടവൃക്ഷമായിട്ട് വളർന്നു. ഈ വലിയ വൃക്ഷത്തിന്റെ ഫലങ്ങൾ നാം ഓരോരുത്തരും ആ വൃക്ഷത്തിന്റെ ഫലങ്ങളാണ്.
ഒപ്പം ലോകം മുഴുവനും ഈ വൃക്ഷത്തിൽ നിന്നത് ഫലങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക പ്രേക്ഷിതർക്ക്, ആയിരക്കണക്കിന് ആത്മായ പ്രേക്ഷിതർക്ക്, ആയിരക്കണക്കിന് സന്യസ്തർക്ക്, നൂറുകണക്കിന് വൈദികർക്ക്, വൈദിക മേലധ്യക്ഷന്മാർക്ക് ഒക്കെ ജന്മം നൽകിയ ഒരു വലിയ ഫലവൃക്ഷം. ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ ഇടപെടലായിരുന്നു അന്ന് ഭരണങ്ങാനത്ത് സംഭവിച്ചത്. പുണ്യ സ്മരണാർഹരായ കുഞ്ഞേട്ടനിലൂടെയും മാലിപ്പറമ്പിലിച്ചിലൂടെയും ആദ്യ അംഗങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് യാതൊരു സംശയവുമില്ല. ദൈവം നയിച്ചത് കൊണ്ടാണ് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇതായിരിക്കുക. ഈ ജൂബിലി വർഷം ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം പിറകോട്ട് നോക്കി നമ്മൾ അഭിമാനിക്കുന്നതോടൊപ്പം നമ്മളെ തന്നെ ഏത് ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ചെറുപുഷ്പ മിഷനിലേക്ക് സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പൂർത്തിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാധൂകരണത്തിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുക എന്നുള്ളതാണ്, പുനഃസമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ജൂബിലി ആഘോഷം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാവുക. അപ്പം നാം ഓരോരുത്തരും ചെറുപുഷ്പ മിഷനിലെ ആ ആരംഭ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ വളരേണ്ടതുണ്ട്. നമുക്കറിയാം ചെറുപുഷ്പ മിഷനിലെ മുദ്രാവാക്യം സ്നേഹം, ത്യാഗം, സേവനം, സഹനം. അപ്പോ എല്ലാവരെയും, അത് സുവിശേഷത്തിന്റെ കാതിൽ തന്നെയാണെന്ന് നമുക്കറിയാം, എല്ലാവരെയും സ്നേഹത്തിലൂടെയുള്ള ശുശ്രൂഷയിലേക്ക് നയിക്കാനായിട്ടാണ്. എല്ലാ മനുഷ്യരെയും, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തിലൂടെ ശുശ്രൂഷിക്കാൻ. സ്നേഹമുള്ളിടത്ത് തീർച്ചയായിട്ടും സഹനമുണ്ട് എന്ന് നമുക്കറിയാം, ത്യാഗമുണ്ട് എന്ന് നമുക്കറിയാം. സ്നേഹം അവശ്യം അത് ആവശ്യപ്പെടുന്നു, ത്യാഗവും ഒപ്പം തന്നെ സഹനവും. അതും സുവിശേഷത്തിന്റെ കാതലാണ് എന്ന് നമുക്കറിയാം. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ് കാണുക. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, അതിനാവശ്യമായ എല്ലാ ത്യാഗവും സഹനവും ഏറ്റെടുക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവനും സുവിശേഷവൽക്കരിക്കാനായിട്ടുള്ള ആ വലിയ വെല്ലുവിളിയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. മിഷൻ ലീഗിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു വിഷയത്തിലേക്ക് വിശദമായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ജൂബിലി ആഘോഷ മീറ്റിംഗ് അതിന്റെ ഉദ്ഘാടന സന്ദേശമായതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് ചെറുതായിട്ട് കടന്നു പോവുകയാണ്. വ്യക്തിത്വ വികസനം. നമുക്കറിയാം നമ്മുടെ മക്കളുടെ, നമ്മുടെ യുവതയുടെ വ്യക്തിത്വ വികസനമാണ് തീർച്ചയായിട്ടും മിഷൻ ലീഗ് ഒന്നാമതായിട്ട് തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസൃതമായ ഒരു വ്യക്തിത്വം നമ്മുടെ എല്ലാ കൊച്ചുമക്കളിലും യുവതിവാക്കന്മാരിലും രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മിഷൻ ലീഗിന്റെ മുദ്രാവാക്യത്തിൽ ചേർന്നിരിക്കുന്ന ആ സന്ദേശം തന്നെയാണ്. സ്നേഹത്തിന്റെ, സേവനത്തിന്റെ പാതയിലൂടെ അതിനാവശ്യമായ ആത്മസമർപ്പണം ആവശ്യപ്പെടുന്ന സഹനവും ത്യാഗവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സഭയ്ക്ക്, ലോകത്തിന് നന്മ ചെയ്യുന്ന നല്ല മക്കളായിട്ട്, നല്ല ഉത്തമ ക്രൈസ്തവ വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മിഷൻ ലീഗിന്റെ സ്ഥാപിത ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം. നമുക്കറിയാം ഇന്ന് ഏറെ ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാം. നമ്മുടെ കൊച്ചുമക്കളും യുവതിമക്കന്മാരും ഒക്കെ ഏറെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോവുക. അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന, അവരെ വിശ്വാസത്തിൽ നിന്ന്, ക്രൈസ്തവ ബോധ്യങ്ങളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാവുന്ന അനേക ശക്തികൾ, ഒത്തിരി ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കള് ജീവിക്കുന്നത്, വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഉത്തമ ക്രൈസ്തവ ബോധ്യത്തില്, വിശ്വാസത്തില്, ക്രൈസ്തവ ചൈതന്യത്തില് അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുക, വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിഷൻ ലീഗ് ഇന്ന് നമുക്കറിയാം, നമ്മുടെ കർണാടകത്തിലാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേരളത്തെ തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ മണ്ഡ്യ രൂപതയിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അംഗങ്ങളാണ് ഭദ്രാവതിയിലും വെൽത്തങ്കടിയിലും ഒക്കെ നമുക്കുള്ളത്. മിഷൻ ലീഗിന്റെ ആരംഭത്തില് 7 പേരാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് അംഗസംഖ്യയുടെ കുറവിനെ എന്നതിനേക്കാൾ ഉപരി ഉള്ള മക്കൾ ഓരോരുത്തരെയും, ഉള്ള യുവത ഓരോരുത്തരെയും യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തില് അതിന്റെ തീക്ഷ്ണതയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് അവർ നയിക്കുക എന്നുള്ള ആ ലക്ഷ്യം നമുക്കറിയാം. സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്.
ഇന്ന് വിശുദ്ധ ഗ്രന്ഥവായനയിൽ നമ്മൾ വായിച്ചു കേട്ടു. കർത്താവിന്റെ മിഷന്റെ, കർത്താവിന്റെ ദൗത്യത്തിന്റെ തുടർച്ച തന്നെയാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 20:21 കർത്താവ് പറയും, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവ് ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചു അവിടുത്തെ സ്നേഹം പങ്കുവെച്ച് നൽകാൻ വേണ്ടി, അവിടുത്തെ പിതാവാണെന്നുള്ള അനുഭവം നമുക്ക് പകർന്നു നൽകാൻ വേണ്ടി. അതുപോലെ തന്നെ ഈശോ നമ്മയും അയക്കുകയാണ്. പിതാവ് പുത്രനെ അയച്ചതുപോലെ അവിടുന്ന് നമ്മയും അയക്കുന്നു, അതേ സന്ദേശവുമായിട്ട്, അതേ ദൗത്യവുമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ സുവിശേഷം ജീവിക്കാനും പകർന്നു കൊടുക്കുവാനുമായിട്ടാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്, അയക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് പറയില്ലേ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തില്, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, കാരണം അതെന്റെ ദൗത്യം, എന്റെ കടമയാണ്. മറിച്ച് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രസംഗിക്കുന്നു തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കുന്നുള്ള, കാരണം അതെന്റെ കടമയാണ്. ഈശോ മിശിഹായെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. യേശുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ ഈ സുവിശേഷം ജീവിക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനും എനിക്ക് കടമയുണ്ട്. വീണ്ടും പൗലോസ് പറയും, അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പാദം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് എന്ന്. ഇന്ന് നമ്മൾ കുർബാനയ്ക്കിടെ വായിച്ചു കേട്ട ആ ലേഖനഭാഗത്തിൽ പൗലോസ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തു, ഈശോ മിശിഹ തന്റെ കൃപാവര സമ്പന്നതയിൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കാനായിട്ടാണ്. ഈശോയുടെ സ്നേഹം നമ്മൾ ഓരോരുത്തരും വേരുവാകി അടിയുറച്ച് വളരുവാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ സ്നേഹത്തിന്റെ ഉയരവും ആഴവും നീളവും വീതിയും നമ്മൾ ഓരോരുത്തരും ഒപ്പം തന്നെ ലോകം മുഴുവനും അറിയിച്ചു കൊടുക്കാനായിട്ടാണ്, എല്ലാവരും അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റൊന്നുമല്ല നമ്മുടെ സുവിശേഷ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിതാവിൽ ഈശോയിലൂടെ വെളിപ്പെട്ട് കിട്ടിയ പിതാവായ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ നീളം, അതിന്റെ വീതി അനുഭവിച്ചറിയാൻ, അത് പകർന്നു കൊടുക്കാനായിട്ടുള്ള ആ ത്വര, ആ തീക്ഷ്ണത, അത് നമ്മൾ ഓരോരുത്തരും ജനിക്കണം, നമ്മുടെ മക്കളിൽ ജ്വലിക്കണം, ജ്വലിപ്പിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതായിട്ട് പറയുമല്ലോ, എപ്പോഴും പ്രസംഗിക്കുക, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ഊണിലും ഉറക്കത്തിലും, ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയിരിക്കുമ്പോഴും നമ്മൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിലൂടെ അർത്ഥമാക്കുക? ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗങ്ങളിലൂടെ എന്നതിനേക്കാൾ ഉപരി, വലിയ സമ്മേളനങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ജീവിതത്തിലൂടെ, ജീവിതമാകുന്ന ആ വിളക്കിലൂടെ അല്ലെങ്കിൽ സുവിശേഷ മൂല്യങ്ങളിൽ ജീവിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമല്ലോ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഏറ്റവും കൂടുതൽ അത് സാർത്ഥകമായിട്ട് പറയാൻ ഈശോ മിശിഹായെ കുറിച്ചാണ്. അവിടുത്തെ ജീവിതമാണ് അവിടുത്തെ സന്ദേശം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ലോകത്തിന് കൊടുക്കാൻ, അത് ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ചുറ്റുവട്ടങ്ങളില് നാം ഇടപെടുന്ന ഓരോരുത്തരോടും ഒക്കെ ഈ സ്നേഹ സന്ദേശം ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഇവിടെ ചോദിക്കപ്പെട്ടു, ഞാൻ മിഷണറിയിലൂടെ വളർന്നു വന്നയാളാണ്. അതേപോലെ തീർച്ചയായിട്ടും ഫലസഭകളുടെ അനേക മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവര്. തിരുപ്പട്ടത്തിന് ഉള്ള കാർഡടിച്ചപ്പോൾ അതിൽ ചുമ്മാ ഒരു സന്ദേശം നമ്മൾ പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ അതിന്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും, സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും. സുവിശേഷം ആയിക്കൊണ്ട് മാത്രമേ നമുക്ക് സുവിശേഷം ഏകാൻ സാധിക്കൂ. സുവിശേഷം ആകാതെ ഒരിക്കലും നമ്മൾ സുവിശേഷം ഏകുകയില്ല. അങ്ങനെ അഥവാ നമ്മൾ അത് ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഏൽക്കുകയില്ല. നാട്ടില് ആരെങ്കിലും അത് സ്വാധീനിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ എന്താണോ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആയിത്തീരണം. നമുക്കുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ തന്നെ ദൈവവിളി പ്രോത്സാഹനം തീർച്ചയായിട്ടും നമുക്കറിയാം മിഷൻ ലീഗിന്റെ സ്ഥാപന ലക്ഷ്യമാണ്. ഇന്ന് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും മിഷൻ ലീഗിന്റെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മക്കള് സന്യസ്തരെന്ന നിലയിലും വൈദികരെന്ന നിലയിലും തീഷ്ണതയുള്ള ആത്മായ പ്രേക്ഷകരുടെ നിലയിൽ, ഉത്തമ കുടുംബജീവിതം നയിക്കുന്ന ആത്മായ പ്രേക്ഷകരുടെ നിലയിൽ പ്രവർത്തിക്കുകയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങളിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, UK-യിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് നാടുകളിലുമൊക്കെ
അവിടെ പക്ഷേ സഭ ശോഷിച്ചു വരുമ്പോൾ ഇന്ന് സഭയ്ക്ക് പ്രതീക്ഷയും ജീവനും കൊടുത്തുകൊണ്ട് മിഷൻ ലീഗിലൂടെ വളർന്ന അനേക വിശുദ്ധ കുടുംബങ്ങളും ഒപ്പം തന്നെ സന്യസ്തരും വൈദ്യരും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അവർ നമുക്ക് ദൈവത്തിന് നന്ദി പറയാവുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത് വീണ്ടും നമ്മളെ പ്രേരിപ്പിക്കേണ്ട മറ്റൊരു, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ ദൈവവിളികളുടെ എണ്ണത്തില് അത് കേരള സഭയിലും ഭാരത സഭയിലും ഒക്കെ ലോകസഭയിൽ സംഭവിച്ചതുപോലെ തന്നെ കുറവ് വരുന്നോ എന്നുള്ള ആ വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കളിലേക്ക് അത് വിശുദ്ധ കുടുംബ ജീവിതങ്ങളിലേക്കാകാം, അല്ലെങ്കിൽ സന്യസ്ത പൗരോഹിത്യ ജീവിതങ്ങളിലേക്ക് ഉള്ള ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിനെ ഊതി മിനുസപ്പെടുത്തി മനോഹരമാക്കുവാൻ, ക്രിസ്തുചൈതന്യം കൊണ്ട് നിറയ്ക്കുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ ഈ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. മിഷൻ ലീഗിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങള് മനസ്സിലാക്കി ജീവിക്കാൻ, അതിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മളെ തന്നെ ഓരോരുത്തരെയും സമർപ്പിക്കാനായിട്ട് നമ്മുടെ ജൂബിലി ആഘോഷം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. കർണാടക സംസ്ഥാന തലത്തിലും ഒപ്പം രൂപതാ തലങ്ങളിൽ, ഇവിടെ ഭദ്രാവതിയിലും ഒപ്പം തന്നെ മണ്ഡ്യയിലും ബത്തങ്കടിയിലും ഒക്കെ ഈ ജൂബിലി ആഘോഷം ഏറ്റവും മനോഹരമായിട്ട് നടത്താനായിട്ട് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കർണാടകത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി, പ്രവർത്തന രേഖ രൂപീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രവർത്തന പദ്ധതി 100% ഏറ്റെടുക്കാം. അത് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ടും ഒപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഊർജവും അതിനുള്ള പ്രചോദനമൊക്കെ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഈ ജൂബിലി ആഘോഷം കഴിയുമ്പോൾ എല്ലാ അർത്ഥത്തിലും റീജുവിനേറ്റ് ചെയ്യപ്പെട്ട, പുതുജീവൻ നേടിയ, പ്രവർത്തന ഊർജം നേടിയ ഒരു മിഷൻ ലീഗായിരിക്കും നമുക്കുള്ളത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. ഇന്നത്തെ ഈ ജൂബിലി ഉദ്ഘാടന പരിപാടികൾ ആസൂത്രണം ചെയ്ത മനോഹരമായിട്ട് നടപ്പാക്കുന്ന എല്ലാവരെയും, ആരെയും പേരിട്ടുള്ളതെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ വിജയവും നേരുന്നു. അതുപോലെ തന്നെ രൂപതകളിൽ, നമ്മുടെ 3 രൂപതയിൽ നടക്കുന്ന ഈ ജൂബിലി ആഘോഷ പരിപാടികൾ, അതിൻ്റെ കർമ്മ പദ്ധതി എല്ലാം ഏറ്റവും മനോഹരമായിട്ട് നടപ്പാക്കാനായിട്ട്, അത് ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു പുതു ചൈതന്യം നേടാനായിട്ട് ഈ ജൂബിലി ആഘോഷം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ജൂബിലി സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഏഴ് പേരിൽ തുടങ്ങി 70 ലക്ഷം അൽമായ പേര് നിലനിൽക്കുന്നതാണ് നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗ്. ഈ മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങൾ ഒത്തിരി ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സന്ദേശത്തിലൂടെ സന്ദേശം നൽകിയ അഭിമന്യ പിതാവിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒത്തിരി നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നാഷണൽ ജനറൽ ഓർഗനൈസർ CML സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജോൺ കൊച്ചു ചെറുനിരത്തിൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്ത, ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ച കർണാടക സംസ്ഥാനത്തിന്റെ രക്ഷാധികാരിയും നമ്മുടെ ഈ രൂപതയുടെ ഉത്തരമായിരിക്കുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ പരിപാടിയിലേക്ക് നാം ഓരോരുത്തരെയും സ്വാഗതം അരുളിയ സംസ്ഥാന ഡയറക്ടറും ഭദ്രാവതി രൂപത ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട സുഭാഷ് നച്ചാർ, ആമുഖ സന്ദേശം നൽകിയ അന്തർദേശീയ വൈസ് ഡയറക്ടറും മുൻ സംസ്ഥാന ഡയറക്ടറും ഇപ്പോൾ ബൽത്തങ്ങാടി രൂപത ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ടോമി മരത്തിലച്ച, സംസ്ഥാന വൈസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റോഷൻ ബൂത്തുശ്ശേരി അച്ച, ഭദ്രാവതി രൂപതയുടെ ചാൻസലറും കാറ്റഗിസം ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ടിനു അച്ച, എന്നാർപുര കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട തോമസ് കുളത്തങ്കിലച്ച, മാണ്ഡ്യ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ബെന്നി ആശരകുന്നലച്ച, എന്നാർപുര ഫൊറോന ഡയറക്ടർ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ച, മറ്റു വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, രൂപത യൂണിറ്റ് ഫൊറോന സംസ്ഥാന ഭാരവാഹികളെ, മിഷൻ ലീഗിന്റെ കൊച്ച് മിഷണറിമാരെ, നമ്മുടെ ഏറ്റവും വലിയ മിഷണറിയായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ചെറുപുഷ്പ മിഷൻ ലീഗ് അതിൻ്റെ 75ാം വർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ഏറ്റുചൊല്ലിയ ഒരു മുദ്രാവാക്യം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു.
തെക്കൊരു ദേശത്ത് മീനച്ചിലാറിൻ തീരത്ത് പൊട്ടിമുളച്ചൊരു സംഘടന, അതാണ് നമ്മുടെ സംഘടന. ജയ് ജയ് മിഷൻ ലീഗ്. നമ്മളത് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ രോമം നമ്മുടെ എഴുതുന്നുണ്ട്. നമുക്ക് രോഷം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. യെസ്. വിശുദ്ധ പുത്രേസ്യയുടെ ചരമത്തിന്റെ കനക ജൂബിലി വർഷം 1947 വിശുദ്ധയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 3-ാം തീയതി ഭരണങ്ങാനം പള്ളി അൽഫോൻസ നഗറിൽ വെച്ച് കോട്ടയം രൂപതയുടെ മെത്രാൻ അഭിനയമാർ തറയിൽ പിതാവ് ഔദ്യോഗികമായി ചെറുപുഷ്പ മിഷൻ ലീഗ് ഉദ്ഘാടനം ചെയ്തു. പുണ്യജനതയായ വിശുദ്ധ അൽഫോൻസാമയുടെ പൂജാവശിഷ്ടങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ തന്നെ ഈ മിഷൻ സംഘടന ജന്മമെടുക്കാനിടയായതും ഇപ്പോൾ 75ാമത്തെ വർഷത്തിന്റെ തുടക്കം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള എന്നാർപുര കത്തീഡ്രൽ ദേവാലയം വേദിയായതും ദൈവനിശ്ചയം തന്നെ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അൽമായ സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗ് 75ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ സ്ഥാപക നേതാക്കളായ മാലിപ്രഭുങ്കൽ അച്ഛന്റെയും മിഷൻ ലീഗിന്റെ ഹൃദയസ്പന്ദനമായ കുഞ്ഞേട്ടന്റെയും സേവന സന്നദ്ധരായ മറ്റ് 5 നേതാക്കളുടെയും മുൻപിൽ ഒരു നിമിഷം നമുക്ക് ശിരസ് നമിക്കാം. ഈ സംഘടനയെ വളർത്തി ഇത്ര വലുതാക്കിയ നമ്മുടെ പൂർവികരെ നമ്മൾക്ക് വീണ്ടും ഈ സ്മരണത്തിൽ ഓർക്കാം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നാം ഇവിടെ ഏത് കാര്യത്തിനാണോ ആയിരിക്കുന്നത് അത് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന വഴിയാണ്. ആ വഴിയിലൂടെ പോകുക എന്നതാണ് സ്ഥാപക നേതാക്കളുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞൊരു ഇവിടെ കാണുന്ന ഒരു കൊച്ചു ഗ്രൂപ്പാണ് എന്ന്. എന്നാൽ 20 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയുടെ ഭാഗമാണ് നമ്മൾ. നമ്മൾക്കറിയാം, വരവിച്ചാൽ പിതാവടക്കം നമ്മുടെ കർദിനാൾ പിതാവടക്കം 52ഓളം മെത്രാന്മാരെയും ഏതാണ്ട് 30,000-ത്തിലധികം വൈദിക സന്യാസികളെയും സൃഷ്ടിച്ച അത്ര ബൃഹത്തായ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘടനയുടെ ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അയൽക്കാരനെയും ആവശ്യത്തിലായിരിക്കുന്നവനെയും കാണുവാനുള്ള ഉൾക്കണ്ണ് തുറക്കണമെങ്കിൽ വചനമാകുന്ന വെളിച്ചം നമ്മളിൽ പ്രകാശിക്കണം. പിതാവ് വിശുദ്ധ കുർബാനയിൽ മധ്യേ നമ്മളോട് പറയുകയുണ്ടായി. ഈ പ്രകാശമായിരിക്കാനുള്ള കടമയാണ് ഓരോ മിഷൻ ലീഗ് അംഗങ്ങൾക്കും ഉള്ളത് എന്ന് ഞാൻ ഇത്തരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങളെയും ലക്ഷക്കണക്കിന് അൽമാരെയും നമ്മൾ ഈ സഭയ്ക്ക് നൽകിയ ഈ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നാൾ വഴികൾ ഓർക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1947 എന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യ ദരിദ്ര രാജാക്കന്മാരായിട്ട് ദരിദ്ര രാജാക്കന്മാരല്ല, ദരിദ്ര നാരായണന്മാരായിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഒരു അൽമായൻ നമ്മുടെ കുഞ്ഞേട്ടൻ നമുക്ക് തീപ്പെട്ടിക്കാത്ത അരിയും അതുപോലെ തന്നെ കോഴിമുട്ടയും ഒക്കെ മിഷന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മിഷൻ രൂപങ്ങളെയും മിഷൻ സ്ഥലങ്ങളെയും മിഷന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെട്ടത് ആ കുഞ്ഞേട്ടനോടെയും ഈ മാലിപ്രമ്പലത്തിലൂടെയാണ്. എന്നാൽ കാലം 74 വർഷം പിന്നിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ദൈവം എന്തുമാത്രം സമ്പത്തും ആരോഗ്യവും കഴിവും എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അതിന്റെ കഴിവ്, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന എന്റെ സമ്പത്ത്, എനിക്ക് തന്നിരിക്കുന്ന എന്റെ ബുദ്ധി, ഞാൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യഥാവിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. 74ാം വർഷം ഈ ജൂബിലി വർഷം തുടങ്ങുമ്പോൾ നാളിതുവരെ മിഷൻ ലീഗിന് ദൈവം തുടങ്ങിയ സകല നന്മകളെ ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോൾ ഒപ്പം ഇതിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായി തീക്ഷ്ണതയോടെ മുൻപോട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ പരിപോഷണത്തിനും മിഷൻ ചൈതന്യം കൊടുക്കുന്നതിനും മൂല്യബോധമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിനും ഈ ജൂബിലി വർഷം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ മിഷൻ ലീഗ് എന്നത് യഥാർത്ഥത്തിൽ ഒരു സംഘടനയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു സംഘടനയല്ല, മറിച്ച് ഇതൊരു വിചാരമാണ്, ഒരു വികാരമാണ്, ഒരു ആവേശമാണ്, ഒരു ചൈതന്യമാണ്. മിഷനറി എന്ന് പറയുന്ന ഒരു ചൈതന്യമാണ്. യഥാർത്ഥ മിഷനറിയായ യേശു ക്രിസ്തുവിന്റെ കുരിശിലേറ്റപ്പെട്ട കർത്താവിന്റെ അവസാനത്തെ ആഗ്രഹമാണ് നീ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക. വാഗൊണ്ടല്ല സുവിശേഷം അറിയിക്കേണ്ടത്, മറിച്ച് ജീവിതം കൊണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് മാറ്റം വരുത്താൻ സാധിക്കുന്നു.
ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു, ഇവിടെ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഒരു പട്ടാളക്കാരനാണെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ച് എന്റെ വിദ്യാഭ്യാസ കാലത്ത് 10ാം ക്ലാസ് കാലത്ത് ഒരിക്കൽ പോലും പുസ്തകം തുറന്നു നോക്കേണ്ട വന്നിട്ടില്ല. കാരണം എന്നും കണ്ടെത്തി പണി കാളപൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പുല്ലിയെത്തിയിട്ടൊക്കെയാണ് പോയത്. പുസ്തകം വായിച്ചിട്ട് ഒരു പരീക്ഷയും എഴുതിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനത് പറയാൻ കാരണം ഞാൻ ഓർക്കുകയാണ്, ഞാൻ NSCയിലെ കമാൻഡോയിൽ ഇരിക്കുന്ന സമയത്ത് പെറു എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധി ആ പെറുവിയൻ പ്രസിഡന്റിനെ ഇന്ത്യൻ കമാൻഡോസിനെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അതിന്റെ ഒരു പ്രസന്റേഷൻ നടത്താൻ അടിയിൽ ഭാഗ്യമുണ്ടായി. കാരണം ഞാൻ ഇന്നും പറയുന്നു, മിഷൻ ലീഗിന്റെ വ്യക്തിത്വ വികസനം ശരിക്കും മുതലെടുത്തുകൊണ്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ സൺഡേ സ്കൂൾ അധ്യാപകനായും 10ാം ക്ലാസ് വരെ ഞാൻ മിഷൻ ലീഗുകാരനായും എന്റെ മരണം വരെ മിഷൻ ലീഗുകാരനായിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നത്. ഞാൻ കാർഗിൽ, നിങ്ങൾക്കറിയാം, കാർഗിൽ വാർ നമുക്കറിയാം, OP വിജയ്. ആ സമയത്ത് ഞാൻ ശ്രീനഗറിലായിരുന്നു. ഇന്ത്യൻ കമാൻഡോസിന്റെ 3 കമ്പനികളെ 3 സ്ഥലത്ത് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയിൽ ഏതാണ്ട് 1 മാസത്തോളം ഞാൻ ഊണും ഉറക്കവുമില്ലാതെ 28 ദിവസത്തോളം ഊണും ഉറക്കവുമില്ലാതെ ചറപറാന്ന് പായുന്ന വെടിയുണ്ടകളെടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഏതോ ഒരു ബാരക്കിനടുത്ത് വന്ന ഒരു ബോംബ് ഇത് വന്ന് വീണു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ലൈനിൽ തട്ടിയിട്ട് അതിന് താഴെ ആ ബിൽഡിംഗ് പോയി. ദൈവാനുഗ്രഹത്തിൽ താരമില്ലായിരുന്നു. അത് തട്ടാതിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, അതൊക്കെ നമ്മൾക്ക് ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യയുടെ നമ്മുടെ LK അഡ്വാനിയുടെയും പെറുവിയൻ പ്രസിഡന്റിന്റെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും അവരുടെ മുമ്പിൽ നിന്ന് ഒരു പ്രസന്റേഷൻ നടത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഷൻ ലീഗിന്റെയും ഈ നമുക്ക് സഭയുള്ള തീക്ഷ്ണതയും ആ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വീണ്ടും ഞാനിതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു വിശുദ്ധ ബലിയുടെ മധ്യേ ഒരു കോൾ ഫ്രം ദി ഗോഡ്, വിശുദ്ധ കുർബാന മധ്യേ എനിക്കൊരു മെസ്സേജ്, നീ കർണാടകത്തിന് പോകണമെന്ന്. എൻ്റെ ആരും ഒന്ന് കർണാടകത്തിലില്ല. പക്ഷേ ആ കോൾ അനുസരിച്ച് ഞാൻ ഈ കർണാടകത്തിൽ വരികയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ദൈവം വിളിച്ച വിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ മിഷണറിയായ യേശു ക്രിസ്തുവിന്റെ വഴിയിലൂടെ അവന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ തിരഞ്ഞെടുത്താൽ അത് തന്നെയായിരിക്കണം നമ്മുടെ മിഷണറി ദൗത്യം. അപ്പോൾ നമ്മുടെ ഈ ജൂബിലി വർഷം നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അതിനായി മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥരുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നമ്മൾ ഒന്നുമല്ല, വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അത് എൻ്റെ കർത്താവിന്റെ കൃപയാലത്തെ നമ്മളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറു പ്രവർത്തനങ്ങളിലൂടെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിന് സാക്ഷികളാകാം. അതിന് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരുടെ മാധ്യസ്ഥം നമുക്ക് നേടാം. നമ്മൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾക്ക് ഒന്നും കൂടി ഉഷാറാകാം. ജയ് ജയ് മിഷൻ ലീഗ്. ഈ സൗണ്ട് പോരാ, ഈ സൗണ്ട് പട്ടാളക്കാരന്റെ സൗണ്ട് അല്ല, ഈ സൗണ്ട് മിഷൻ ലീഗിന്റെതുമല്ല. മുമ്പേ പറഞ്ഞു ജോൺ സാറിന്റെ രോഷം കുറഞ്ഞു പോയെന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മിഷൻ ലീഗിന്റെ ഒരു മുദ്രാവാക്യം വിളിക്കാം നമ്മൾക്ക്. ജയ് ജയ് മിഷൻ ലീഗ്. ഞാൻ മൈക്ക് വെച്ച് പറഞ്ഞുകൊണ്ടാണെന്ന്. ജയ് ജയ് മിഷൻ ലീഗ്. ജയ് ജയ് മിഷൻ ലീഗ്. ജയ് ജയ് മിഷൻ ലീഗ്. ജയ് ജയ് മിഷൻ ലീഗ്. തന്റെ സ്വജീവിതാനുഭവം CML പ്രേക്ഷിത പ്രവർത്തനത്തിൽ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നതിനെ പറ്റി തന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമുക്ക് ഉത്തരമറിയ നമ്മുടെ ജോൺ സാറിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒത്തിരി നന്ദി. അടുത്തതായി ആക്ഷൻ പ്ലാൻ പ്രകാശനം ചെയ്യാനെന്ന സംഭവമാണ്. ആക്ഷൻ പ്ലാൻ പ്രകാശനം ചെയ്യുന്നതിനായി ഭദ്രാവതി രൂപതയുടെ അഭിമന്യന്മാർ ജോസഫ് പരിമച്ചാടത്ത് പിതാവിനെയും അത് സ്വീകരിക്കുന്നതിനായി ഫാദർ സെബാസ്റ്റ്യൻ പുള്ളുകാട്ട് അച്ഛനെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
തന്നെ ബാനറുകൾ വിതരണം ചെയ്യുന്നതാണ്. അത് പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി 3 രൂപതകളിൽ നിന്ന് CML ഡയറക്ടർമാരെ ക്ഷണിച്ചു കൊടുത്തു. ഇപ്പോൾ അഭിമന്യ പിതാവ് സ്റ്റേറ്റ് മീഡിയ ടീമിനെയും സ്റ്റേറ്റ് റിസോഴ്സ് ടീമിനെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കർണാടകത്തിലെ മിഷൻ ലീഗ് കൂടുതൽ ഊർജ്ജസ്വലവും ശക്തവുമാകാൻ വേണ്ട കർമ്മപദ്ധതികളാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കോപ്പികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് റിസോഴ്സ് ടീമിന് രൂപം കൊടുത്തിട്ടുണ്ട്. റിസോഴ്സ് ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. മിസ്റ്റർ വർഗീസ് കഴുതാടിയിൽ, വെൽത്തങ്കടി രൂപത കോർഡിനേറ്റർ. സിസ്റ്റർ അനില SKD, മണ്ഡ്യ. മിസ്റ്റർ ടൈറ്റസ് മാമ്പറമ്പിൽ, മണ്ഡ്യ. മിസ്റ്റർ ജോഷി ജോർജ്, മണ്ഡ്യ. മിസ്റ്റർ ജോമിൻ ഫിലിപ്പ്, മണ്ഡ്യ. മിസ്റ്റർ ജോസ് തരകൻ, ഭദ്രാവതി. മിസ്റ്റർ ഷിജു പനച്ചിക്കൽ, ബെൽത്തങ്ങടി. മിസ്റ്റർ സോയ് കണപ്പുരിക്കൽ, ബെൽത്തങ്ങടി. മിസ്റ്റർ ജെയ്സൺ വെർണു, ബെൽത്തങ്ങടി. ഇതാണ് നമ്മുടെ കർണാടക സ്റ്റേറ്റ് റിസോഴ്സ് ടീം. അതോടൊപ്പം തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗിന് ഒരു മീഡിയ വിങ്ങിനെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മീഡിയ വിങ്ങിലെ അംഗങ്ങൾ മിസ്റ്റർ ടൈറ്റസ് മാമ്പറമ്പിൽ, മണ്ഡ്യ കോർഡിനേറ്റർ. മിസ്റ്റർ ഐസക് കഴുതാടിയിൽ, ബെൽത്തങ്ങടി. മിസ്റ്റർ വരുൺ തോമസ്, ഭദ്രാവതി. മേ മരിയ, മണ്ഡ്യ. ഇവരായിരുന്നു നമ്മുടെ മീഡിയ കമ്മീഷൻ. ഈ 2 റിസോഴ്സ് ടീമിന് അതോടൊപ്പം തന്നെ മീഡിയ കമ്മീഷനും ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് പോകട്ടെ. ഒപ്പം തന്നെ മീഡിയ വിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മിഷൻ ലീഗിൻ്റെ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ, നമ്മളുടെ അംഗങ്ങളിലേക്ക് ഒപ്പം തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനം ഉപകരിക്കും. 2 ടീമിനും ഏറ്റവും നിറഞ്ഞ ദൈവാനുഗ്രഹം, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആക്ഷൻ പ്ലാൻ പ്രകാശനം ചെയ്ത അഭിമന്യ പിതാവിനും ഏറ്റുവാങ്ങിയ സെബാസ്റ്റ്യൻ അച്ഛനും ബാനറുകൾ ഏറ്റുവാങ്ങിയ രൂപത CML ഡയറക്ടർമാർക്കും ഒത്തിരിയേറെ നന്ദി. നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് KA 601122 വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അടിയന്തരമായിട്ടൊന്ന് മാറ്റണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അടുത്തതായി പ്ലാറ്റിനം ജൂബിലി ആന്തം പാടുവാനായി എന്നാർപുര കത്തീഡ്രൽ ദേവാലയത്തിലെ ടീം അംഗങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു.
തങ്ങളുടെ സ്വരമാതിരത്തിലൂടെ ജൂബിലി ആന്തം പാടിയ അന്നാർപുര കോട്ടയം അംഗങ്ങൾക്ക് നന്ദി. അടുത്തതായി സന്ദേശം നൽകുന്നതിനായി ഫാദർ ബെന്നി ആശാരിക്കുന്നേലച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയങ്കരനായ അഭിമന്യ പിതാവേ, നാഷണൽ സ്റ്റേറ്റ് ഇടവക പ്രതിനിധികളായി എത്തിയിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, അൽമായ സഹോദരങ്ങളെ, ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാണ്. ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. വിഷ്ലീഗ് എന്ന വലിയൊരു സംഘടനയുടെ വലിയൊരു പ്രവർത്തനത്തിന്റെ 75ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഇതൊരു ആനന്ദത്തിന്റെ നിമിഷമാണ്, സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇതിന്റെ ഭാഗമാകുവാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചരിത്രത്തിന്റെ ഭാഗമായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 75 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തില് ഇതിന്റെ സ്ഥാപക പിതാക്കൾ പലരും മരിച്ചു പോയി, ചിലരെങ്കിലും പ്രായാധിക്യത്താലുണ്ട്. നമുക്കും സംഘടനയ്ക്ക് ചിലപ്പോൾ കാലഘട്ടത്തിന്റെ ചില ചുമരെഴുത്തുകളൊക്കെ നമുക്ക് നല്ല ദിശയിലേക്ക് ആകുന്നില്ല. കൊറോണ ചിലപ്പോൾ നമ്മളെ അതിന് തടസ്സമായി നിന്നിട്ടുണ്ടാകാം. ചിലപ്പോഴെങ്കിലും നമ്മൾ വീടുകളിൽ ഒതുങ്ങിപ്പോയപ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിച്ച് തീഷ്ണത പറഞ്ഞു പോയതുപോലെയുള്ളൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും വടവൃക്ഷമായി വളർന്നു നിൽക്കുന്ന CML അതിനെവിടെയെങ്കിലും ഫലം ചൂടാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന്റെ ചുവടിളക്കി അതിനെ പ്രൂൺ ചെയ്ത് കൂടുതൽ ഫലവത്താക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ജൂബിലി വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്ന വെൻഡിങ് മെഷീനായി തീരണം. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ വിഷ്ലീഗിന്റെ മുദ്രാവാക്യം പോലെ തന്നെ സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് വീടില്ലാത്തവന് വീടാകണം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണമാകണം,
മരുന്നില്ലാത്തവന് മരുന്നാകണം. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് മറ്റുള്ളവർക്കൊക്കെ മാതൃകയും ചൈതന്യവുമായി തീരുമ്പോഴാണ് നമ്മൾ നല്ല മിഷണറിമാരായി തീരുന്നത്. മിഷണറിമാരായി തീർന്നവരാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ കണ്ടു. 20-ലേറെ ലക്ഷം മിഷണറിമാർ നമുക്കുണ്ട്. യാത്ര ചെയ്ത എല്ലാ രാജ്യങ്ങളിലും മിഷൻ ലീഗിന്റെ ചൈതന്യമുള്ള വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിന്റെ എവിടെ ചെന്നാലും മലയാളം പറയുന്ന മിഷണറിമാരായിട്ടുള്ള ധാരാളം പേരുണ്ട്. ഇനിയും നമുക്ക് എവിടെയെങ്കിലും ഇതിന് വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും മിഷനെ സഹായിക്കുക. നമുക്കറിയാം, സാമ്പത്തികമായിട്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയും മിഷൻ പ്രവർത്തനവും അതിലേക്ക് നമ്മൾ നയിക്കുന്നതാകട്ടെ. നമ്മുടെ ഈ ജൂബിലി വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ എന്ന് മണ്ഡ്യ രൂപതയിലുള്ള ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. നമുക്ക് കർണാടകയിൽ കൂടുതൽ ചൈതന്യമുള്ളവരായി തീരാനായിട്ട് പ്രതിജ്ഞ ചെയ്യാം. ജയ് ജയ് മിഷൻ. നല്ലൊരു സന്ദേശത്തിലൂടെ CML ഡയറക്ടർ മണ്ഡ്യ രൂപതയിലെ അച്ഛൻ ബെന്നി അച്ഛന് ഒത്തിരിയേറെ നന്ദി. അടുത്തതായി സന്ദേശമരുളുവാൻ ടിനോ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം ആൾക്കാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമുക്ക് നൽകുകയും ചെറുപുഷ്പ മിഷൻ ലീഗ് പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് തലത്തിലും രൂപതാ തലത്തിലും നിർവഹിച്ചുകൊണ്ട് നമുക്ക് സന്ദേശം നൽകുകയും ചെയ്ത CML സംഘടനയുടെ സ്റ്റേറ്റ് പേട്രണും ഭദ്രാവതി രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോസഫ് അരുമിച്ചാടത്ത് പിതാവേ, CML സംഘടനയുടെ നാഷണൽ വൈസ് ഡയറക്ടർ ഫാദർ ടോമി മറ്റ, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ ശ്രീ ജോൺ കൊച്ചു ചെറുനിലത്ത് സാർ, സ്റ്റേറ്റ് ഡയറക്ടർ സെബാസ്റ്റ്യൻ പുലുകാട് അച്ഛ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും ഏറെ സന്തോഷത്തിലാണ്. CML സംഘടന പ്ലാറ്റിനം ജൂബിലിയുടെ നിറവില് ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജൂബിലിയുടെ ആശംസകൾ നേരുകയാണ്. ഓരോ സംഘടനയുടെയും തുടക്കം വളരെ ചെറുതാണ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. എത്ര വലിയ പുഴയുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ചെറിയ അരുവികൾ തന്നെയാണ്. 1947 ഒക്ടോബർ 3-ാം തീയതി ജോസഫ് മാലിപ്പറമ്പിലച്ചനും കുഞ്ഞേട്ടനും ചേർന്നുകൊണ്ട് 7 പേര് തുടങ്ങിയ ഒരു ചെറിയ സമ്മേളനം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ അതിർത്തികൾ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ ആത്മായ സംഘടനയായിട്ട് അത് മാറിയിരിക്കുകയാണ്. വ്യക്തിത്വ വികസനവും പ്രേക്ഷിത പ്രവർത്തനവും ദൈവവിളി പ്രോത്സാഹനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംഘടന ആ ലക്ഷ്യത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മുദ്രാവാക്യമാണ് സ്നേഹം, ത്യാഗം, സേവാ, സഹനം. പ്രിയപ്പെട്ടവരെ, ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ എപ്പോഴും ജൂബിലി നമ്മളെ സഹായിക്കുക 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കി ദൈവത്തിന് നന്ദി പറയുക. നാളിതുവരെ നമ്മൾ കടന്നുപോയ കാലഘട്ടത്തിൽ പുറകോട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ ആർജവത്വം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള പ്രചോദനങ്ങൾ സ്വീകരിക്കുക. ഇതിനുവേണ്ടിയാണ് ഓരോ ജൂബിലി ആഘോഷവും. ഇന്ന് ഈ സംഘടന പ്ലാറ്റിനം ജൂബിലിയുടെ നിറവില് നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് ആയിരിക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഘടനയിലൂടെ നേടിയ വിജയം, തൊട്ടുമുമ്പിൽ പറഞ്ഞ അച്ഛൻ മെൻഷൻ ചെയ്തതുപോലെ, ഇന്ത്യയിലെ ഏത് ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നാലും ഏത് മിഷൻ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാലും അവിടെ ഒരു മലയാളി വൈദികനെയോ ഒരു സിസ്റ്ററിനെയോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അന്യദേശത്ത് വന്ന് നിന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് എവിടെ നിന്നാണ് അവർക്ക് ആ ചൈതന്യം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി പറയും, CML എന്ന സംഘടനയിൽ ചെറുപ്പം മുതലേ അവർ വളർന്നു വന്നപ്പോൾ ആ സംഘടനയിൽ നിന്ന് നേടിയ പ്രേക്ഷിത ചൈതന്യമാണ് ഇന്ന് ഈ അന്യദേശത്ത് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് യേശുവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർ ആയിരിക്കുക എന്ന് അവർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ മുൻതിരിഞ്ഞ് നോക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം മുന്നോട്ട് നന്നായി പോകുന്നതിന് വേണ്ടിയും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായ പലരും വേണമെങ്കിൽ പറയും,
70കളില് 80കളില് 90കളിൽ ഉണ്ടായിരുന്ന ആ ഒരു മിഷൻ ചൈതന്യം അല്ലെങ്കിൽ ആ ഈ സംഘടനയുടെ ഒരു പ്രവർത്തനം 2000 കാലഘട്ടത്തിലേക്ക് ആയപ്പോൾ ഉണ്ടോ? ആ ഒരു ഉണർവ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ആ ഉണർവ് കൂടുതൽ റിവാം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. ഇന്ന് കാലം മാറി, ഇന്ന് കോലം മാറി, കഥകൾ മാറി. നമുക്കറിയാം ഇന്ന് മനുഷ്യര് നമ്മൾ ജീവിക്കുന്നത് പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ്. മോഡേൺ യുഗം കഴിഞ്ഞ് പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഓരോരുത്തരും അവരവരുടെ സുഖങ്ങൾക്ക് വേണ്ടി, അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് അവരിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, അവരിന് വേണ്ടി ജീവിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് CML സംഘടന. നമുക്കറിയാം ഈശോ സഭ വൈദികരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു മോട്ടോയുണ്ട്, വി ആർ മെന്റ് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നാണ്. ഈ സംഘടനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങള് 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സൗളിന്റെ മാനസാന്തരത്തില് നീ വെടിപ്പിക്കുന്ന ഈശോയാകുന്ന ഞാനെന്ന് സൗളിനോട് പറഞ്ഞതിന് ശേഷം ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ സാക്ഷിയും ശുശ്രൂഷകനുമായിരിക്കുക. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷിയും ശുശ്രൂഷകനുമായിരിക്കുവാൻ വേണ്ടിയാണ്. അത് ആത്മായ ജീവിതം നയിക്കുന്നവരും സന്യസ്ത ജീവിതം നയിക്കുന്നവരും പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരും ഒക്കെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന സംഘടനയാണ്, നമ്മൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജൂബിലിയിലേക്ക് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് അല്ലെങ്കിൽ ആശംസിക്കുവാനുള്ളത് ഇതാണ്: തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ, അനേകം പ്രേക്ഷിതരെ നേടിയെടുക്കുവാനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ക്രിസ്തുവിന്റെ നാമത്തില് അഭിമാനം കൊള്ളുന്ന ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തില് ക്രിസ്തുവിന്റെ നാമത്തിന് നമ്മൾ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുവാൻ പോലും മടി കാണിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അഭിമാനം കൊള്ളുന്നവരായി തീരുവാനായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹൃദയത്തില് തീനാളവും പാദങ്ങളില് ചിറകുകളുമുള്ള അനേകം മിഷണറിമാരെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ സംഘടനയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. നല്ല തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കുവാൻ നമ്മളെ പോലെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ച ടിനു അച്ഛന് എല്ലാവരുടെ പേരിലും നന്ദി. അടുത്തതായി ഫാദർ തോമസ് കുളത്തിങ്കൽ അച്ഛനെ സന്ദേശമരുളുവാൻ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹവും ടച്ച്മാരെ സിസ്റ്റേഴ്സ്, വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ 74 വർഷം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് CMLന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ തുടക്കം കേവലം ആഘോഷങ്ങളായിട്ട് മാത്രം മാറാതിരിക്കും. നമുക്ക് ഏറെ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, അതിനായിട്ട് തമ്പുരാന്റെ അനുഗ്രഹം യാചിക്കാം. 74 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ തുടക്കം എന്തായിരുന്നു, ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു, മുന്നോട്ട് എന്താകണം എന്ന് ആത്മാർത്ഥമായ ഒരു വിചിന്തനവും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഈ ഒരു വർഷക്കാലം ഉണ്ടാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും തീക്ഷ്ണമായി ആഗ്രഹിക്കാം. 74 വർഷങ്ങൾക്ക് മുൻപ് ഈ മിഷൻ സംഘടന തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള പശ്ചാത്തലത്തിലൊക്കെ കുറെ കൂടി ആത്മീയത ആഴപ്പെട്ട് നിന്നിരുന്ന കാലഘട്ടമാണ്. 74 വർഷങ്ങൾ പിന്നിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ ഒത്തിരിയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് വളർന്നു വരുന്ന തലമുറയെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് അവരെ ഒരുക്കുക എന്നുള്ളതായിരിക്കണം ഈ വർഷത്തെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ചുറ്റുപാടും ഇന്ന് നടക്കുന്ന സംഭവങ്ങളും നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും. പക്ഷേ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം ആരായിരിക്കുന്നു എന്നുള്ള വലിയ അവബോധം നമ്മുടെ കുഞ്ഞുങ്ങളിൽ മിഷൻ സംഘടനയെ, മിഷൻ ലീഗ് സംഘടനയിലെ മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അത് സാധിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ കാറ്റഗിസം വിഭാഗങ്ങളും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിലേക്ക് തന്നെയാണ്.
അപ്പോൾ ഈ വർഷം ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മിഷണറിമാരായി ലോകമെങ്ങും പോയി കർത്താവിനെ സാക്ഷ്യം കൊടുക്കുന്ന, എവിടെയായിരുന്നു അവിടെ ബോധ്യത്തോടുകൂടി സാക്ഷ്യം കൊടുക്കുന്ന ഒരു പുതിയ തലമുറയെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് സുവിശേഷവും ക്രിസ്തുവിൻ്റെ ജീവിതവും ആഴമായ ബോധ്യത്തോട് ജീവിച്ച ഇന്നിൻ്റെ ലോകത്തിന് സാക്ഷികളായി തീരുവാൻ തക്കവിധം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഈ ഒരു വർഷക്കാലം എല്ലാ കർമ്മപ്രവർത്തനങ്ങളും സഹായിക്കട്ടെ. തീർച്ചയായിട്ടും അതിനുള്ള മാർഗദർശനങ്ങളൊക്കെ ഇവിടെ പ്രകാശനം ചെയ്ത് കഴിഞ്ഞു. അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് സുവിശേഷത്തിൽ നിന്നുകൊണ്ട് സഭയുടെ വിഷയം ചെയ്തതിന് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു നാളേക്ക് വേണ്ടി വരും തലമുറയെ വാർത്തെടുക്കുവാനും കൂടി ഈ ജൂബിലി ആഘോഷങ്ങൾ കാരണം ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മംഗളങ്ങളും വിജയങ്ങളും നേരുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് മിഷൻ ലീഗ്. നമ്മുടെ മുൻപിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളും എങ്ങനെ അഭിമുഖീകരിച്ച് അതിന് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നതിനെ പറ്റി നമ്മുടെ ലിറ്റിൽ ഫ്ലവർ എന്നാർപുരം കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായിരിക്കുന്ന ഫാദർ തോമസ് അച്ഛൻ നൽകിയ സന്ദേശത്തിന് ഒത്തിരിയേറെ നന്ദി. അടുത്തതായി സന്ദേശം നൽകുവാനായി ഫാദർ റോഷൻ പുതുശ്ശേരി അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. വ്യക്തിത്വ വികസനം, പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം എന്ന ലക്ഷ്യവുമായി സ്നേഹം, ത്യാഗം, സേവാ, സഹനം എന്ന മുദ്രാവാക്യവുമായി ചെമ്മഞ്ഞ പതാകയുമായി 7 നിന്ന് 20 ലക്ഷത്തോളം എത്തി നിൽക്കുന്ന അംഗങ്ങളുമായി ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന മിഷൻ ലീഗിന്റെ സംസ്ഥാന രക്ഷാധികാരി അഭിമന്യ എരുമച്ചാടത്ത് പിതാവേ, ഡയറക്ടർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, പ്രസിഡന്റ് ജോൺ സാറേ, നാഷണൽ വൈസ് ഡയറക്ടർ മറ്റത്തിലച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മിഷൻ ലീഗ് കുടുംബാംഗങ്ങളെ, ചെറുപുഷ്പ മിഷൻ ലീഗ് ഇന്ന് വലിയ പുഷ്പമായിരിക്കുകയാണ്. പുഷ്പങ്ങളുടെ വലിയ പൂന്തോട്ടമായിരിക്കുകയാണ്. മിഷൻ പ്രവർത്തനങ്ങളുടെ, ദൈവവിളികളുടെ, കുഞ്ഞു മിഷണറിമാരുടെയൊക്കെ വലിയ പൂന്തോട്ടം തന്നെയാണ് മിഷൻ ലീഗ്. മിഷൻ ലീഗ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം എന്ന പോലെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സംഘടനയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 75 വയസ്സെന്ന് പറഞ്ഞാൽ പ്രായാധിക്യം അല്ലെങ്കിൽ വാർദ്ധക്യം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് മിഷൻ ലീഗ് വളരെ യുവത്വത്തിന്റെ ആ ചൈതന്യത്തോടെ, ചുറുചുറുപ്പോടെ, ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലെ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്ന രീതിയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ മിഷൻ ലീഗിനെ സ്നേഹിക്കാം, മിഷൻ ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കാം. ഇന്ന് ഈ ജൂബിലി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനുശേഷം ഒരു വർഷങ്ങൾക്കപ്പുറം ഇതിന്റെ സമാപനവും ഉണ്ടാകും. അതിന് ഇതേപോലെ കൂടുന്നവരാകാതെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ നമുക്ക് അണിചേരാം. സംസ്ഥാനതല, രൂപതാതല, ഒരു ഫൊറോനാതല, ഇടവകതല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ മാർഗരേഖ തയ്യാറായിട്ടുണ്ട്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാകാം. നമുക്ക് ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ മിഷൻ പ്രവർത്തനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന വ്യക്തികളായി തീർന്നുകൊണ്ട് ഈ ജൂബിലി നമുക്ക് ആഘോഷിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മിഷൻ ലീഗ്. മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാതെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ ഫാദർ റോഷൻ പുതുശ്ശേരി അച്ഛൻ, CML വൈസ് ഡയറക്ടർ ഇൻ കർണാടക അച്ഛന് ഒത്തിരിയേറെ നന്ദി. അടുത്തതായി സന്ദേശം അരുളുവാൻ ഫാദർ ജെയിംസ് ചെറുചെറുപ്പിൽ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമുഖിതാവെ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം മിഷൻ ലീഗിൻ്റെ ആപ്തവാക്യം നമ്മുടെ ലിയോ 13 മാർപ്പാപ്പ നമുക്ക് അരുളിയത് ഭാരതമേ നിൻ രക്ഷ നിന്റെ മക്കളിൽ എന്നാണ്. അപ്പോൾ തന്നെ നമ്മുടെ മഹാകവി വള്ളത്തോൾ കേരളത്തിലിരുന്ന് ഒരു ശകലം ഇങ്ങനെ പാടി: തേച്ചുമിനുക്കിയാൽ മൂല്യവും കാന്തിയും വച്ചിടും കല്ലുകൾ ഭാരതാംബെ, താണു കിടക്കുന്നു നീ കുക്ഷി ചാണ കാണാതെ 6-7 കോടിയുന്നു. ഇന്നും നിന്റെ മടിത്തട്ടില് ചാണ കാണാതെ, പ്രകാശം കാണാതെ, വെളിച്ചം കാണാതെ 6-7 കോടികൾ ഇന്നും താണു കിടപ്പുണ്ട് എന്ന് ലിയോ മാർപ്പാപ്പയുടെ ആപ്തവാക്യത്തോട് കൂടി തന്നെ മഹാകവി പാടി.
അപ്പോൾ ഇന്ന് മിഷൻ ലീഗ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ ഭാരതാംബയുടെ മടിത്തട്ടിൽ വീണ് കിടന്നിരുന്ന പ്രകാശം കാണാതിരുന്ന ഒരു 6 കോടി ജനങ്ങൾ ഇന്ന് ഒത്തിരി കോടികളായിട്ട്, അതായത് പ്രകാശം കണ്ടുകൊണ്ട് പ്രകാശത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് പ്രകാശം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് വമ്പ് പറയുവാൻ ഒന്നുമില്ല. മറിച്ച് വീണ്ടും ആശങ്കയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നീ ഓമന പേരിട്ട് വിളിക്കുന്ന പല ജിഹാദുകളും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവാക്കന്മാരെ നമ്മളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇടവകയിൽ നിന്നൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ മക്കളെ പിശാച് കൊണ്ടുപോയി അല്ലെങ്കിൽ മനുഷ്യൻ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ. ഈ കാലഘട്ടത്തിൽ വീണ്ടും മിഷൻ ലീഗിന് വീണ്ടും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഈ നാർക്കോട്ടിക് ജിഹാദിൽ നിന്നും ലവ് ജിഹാദിൽ നിന്നൊക്കെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മിഷൻ ലീഗ് ഇനിയും അനുസ്യൂതം പ്രവർത്തിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ കവിതാശകലം കൂടി മുരുകൻ കാട്ടാക്കട പാടി വെച്ചതുപോലെ, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ, തിന്മകൾക്ക് നിറം കൂടുന്ന കാലഘട്ടത്തിൽ മിഷൻ ലീഗ് ഇനിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം യുവാക്കന്മാരെയും മിഷനറിമാരെയും സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നല്ലൊരു കവിതയിലൂടെ നല്ലൊരു സന്ദേശം അരുളിയ CML ഡയറക്ടർ NR ഫൊറോനയുടെ ഫാദർ ജെയിംസ് ചെറുചെറുപ്പിലച്ചന് ഒത്തിരിയേറെ നന്ദി. ആശംസാ പ്രസംഗത്തിനായി വരുൺ തോമസ് അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അൽമായ പ്രേക്ഷിതരെ, എല്ലാ CML കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ചെറുപ്പപുഷ്പം മിഷൻ ലീഗിൻ്റെ പ്ലാറ്റിനം ജൂബിലി മംഗളങ്ങൾ നേരിടുന്ന ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഭാരതമേനിൻ രക്ഷാനിൻ്റെ സന്താനങ്ങളിൽ എന്ന 13ാം ലിയോ മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മിഷൻ ലീഗ് 75ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 74 വർഷത്തിലൂടെ നമുക്ക് ലഭിച്ച നന്മകളെ ഓർക്കാനും നമ്മുടെ മിഷനറിമാർ നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ സംഭാവനകളെയും നന്ദിയോടെ അനുസ്മരിക്കുവാനുമുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റുവാൻ ഈ നിമിഷത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംഘടനയ്ക്ക് ഒരു അനുഗ്രഹമായി ലഭിച്ച പലരും ഇന്ന് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞേട്ടനും മാലിപ്പറമ്പിലച്ഛനും ഇടുക്കി കുഞ്ഞാലച്ഛനും സിസ്റ്റർ ക്രിസാന്തിയും ഏലിയാമ്മ ചേച്ചിയും കൊലപ്പള്ളി സാറും നന്ദികാട്ടൻ സാറും ജോസഫേട്ടനും സാറാമ്മയും അങ്ങനെയുള്ള പലരുടെയും മാതൃകാപരമായ ജീവിതത്തിലൂടെയാണ് നമ്മൾ ഈ സംഘടനയെ വേർതിരിച്ചു നിൽക്കുന്നത്. ആ ഒരു വിശുദ്ധിയെ ഇനിയും കാത്തു സൂക്ഷിക്കുവാനും സകലരുമായി പങ്കുവയ്ക്കുവാനുമുള്ള കൃപയെ യാചിച്ചുകൊണ്ട്, ഒപ്പം തന്നെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവയെ മുദ്രാവാക്യമായി നാവിൻ തുമ്പിൽ മാത്രമല്ലാതെ ഹൃദയത്തിൽ എപ്പോഴും കത്തിച്ചൊലിക്കുന്ന തീയായി കാത്തു സൂക്ഷിക്കുവാനും ഉള്ള കൃപ നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഭദ്രാവതി രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ആശംസാ പ്രസംഗം വേണ്ടിയ വരുൺ തോമസ് അവർക്ക് നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായിട്ട് സിജു പനച്ചിൽ അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. അഭിനന്ദന പിതാവേ, സ്നേഹമുള്ള, ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമയം ഒത്തിരിയേറെയായി. മടുത്തോ? ഇല്ല, മടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ കുറേ പേരുടെ പ്രതിനിധികളാണ്. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ആപ്തവാക്യത്തെ മിഷൻ ലീഗ് ഇന്ന് ലോകമേ നിന്റെ രക്ഷ നിന്റെ പ്രേക്ഷിത സന്താനങ്ങളിൽ എന്ന് തിരുത്തി എഴുതി കുറിക്കുമാറ് മാറ്റിമറിച്ചിരിക്കുന്നു. സ്നേഹമുള്ള എൻ്റെ പ്രേക്ഷിത ജനമേ, നമുക്കറിയാം, ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും കൊച്ചു പ്രായത്തിൽ നമ്മെ വളർത്തിയെടുത്ത് ഒരു കൊച്ചു പ്രേക്ഷിതനാക്കി മാറ്റിയത് മിഷൻ ലീഗാണ്. നാം ഇന്നിവിടെ ആയിരിക്കണമെങ്കിൽ, ഞാൻ ഇന്ന് ഇവിടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ
അതിന് ചെറുപുഷ്പ മിഷൻ ലീഗാണ് കാരണം. നമുക്കറിയാം, കൊച്ചു കൊച്ചു പൈസകൾ മാറ്റിവെച്ച് ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ച് അതിൽ നിന്നും ഒരു തീപ്പെട്ടി അരിയുമായി മിഷൻ ലീഗിന്റെ ബുക്ക് പൂരിപ്പിച്ച് അവിടെ കൊണ്ട് സംഭാവന ചെയ്യുമ്പോൾ ആ മാറ്റിവെച്ച ഭക്ഷണം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുമ്പോൾ അവിടെ സ്നേഹവും ത്യാഗവും സേവനവും സഹനവും നമ്മള് പഠിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ ഒരു ഇടവകയില് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നമ്മളൊക്കെ പള്ളികളിലാണ് ഈ സ്നേഹവും ത്യാഗവും സഹനവും ഒക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പള്ളിക്കൂടങ്ങളിലും ഈ സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ പഠിപ്പിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പേരപ്പന്റെ മകൻ പറഞ്ഞു, ഞങ്ങൾ 8 മക്കളാ. ഞങ്ങള് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ ഇലച്ചോറ് ഇലയില് പൊതികെട്ടി തന്നുവിടുമ്പോൾ ആദ്യം ഈ 8 ഇലകൾ നിരത്തി വെക്കും. അതിലേക്ക് അമ്മയ്ക്കറിയാം എൻ്റെ വയറെന്താണെന്ന്, അതുപോലെ 8 പേരുടെ വയറെന്താണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ആ ഇലയിലേക്ക് ഭക്ഷണം വിളമ്പി വെക്കും ആവശ്യമനുസരിച്ച്. മക്കളെല്ലാം നോക്കി നിൽക്കെ അതിൽ നിന്നും ഓരോ ഉരുള ചോറെടുത്ത് മറ്റ് 2 ഇല മാറ്റി വെച്ചിട്ട് അതിലേക്ക് കോരിയിടും. അങ്ങനെ 8 മക്കള് 10 പൊതിയുമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. എന്തിനാണെന്നറിയാവോ? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ. വലിയൊരു പാഠം ആ അമ്മ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിൽ ഒരു മിഷൻ ചൈതന്യം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞത് മറ്റൊരിടത്തുമല്ല, നമ്മുടെ അഭിമന്യ പിതാവിന്റെ ഇടവകയിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന താലൂക്കിലെ എർത്തയാർ എന്ന പള്ളിയിലെ എൻ്റെ പേരപ്പന്റെ കുടുംബം അവിടെയാണ്. അപ്പൊ പേരപ്പന്റെ മൂത്ത മകൻ പഠിച്ചിരുന്നത് പിതാവിന്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ആ മൂത്ത മകനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുക? സ്നേഹവും ത്യാഗവും സേവനവും സഹനവും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ഇതില്ലാതെ സാധ്യമല്ല. 75ന്റെ നിറവിലാണ് നാം ഇന്നെല്ലാവരും. ഈ 75 നിറവിൽ നിൽക്കുമ്പോൾ പിതാവ് പറഞ്ഞത് പുറകോട്ട് ചിന്തിച്ചാല് അന്ന് 74 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവിടെ മാലിപ്പറമ്പിലച്ഛനും കുഞ്ഞേട്ടനും ഉണ്ടായിരുന്നു. ആ മാലിപ്പറമ്പിലച്ഛനും കുഞ്ഞേട്ടനും മറ്റേ 5 പേരുടെ കൂടി അവിടെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് അത് ലോകമെങ്ങും കൊണ്ടു നടന്നപ്പോൾ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷിത പ്രവർത്തകരെ ശിക്ഷിച്ചെങ്കിൽ ഇന്ന് നമുക്ക് കുഞ്ഞേട്ടന്മാരില്ല. നമുക്ക് മാലിപ്പറമ്പിൽ അച്ഛനെ പോലുള്ള അച്ഛന്മാരെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഇന്ന് ആരാണ് കർത്താവിന് വേണ്ടി പോവുക? ആരാണ് ഐക്യപ്പെടുക? സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരുമാണ് ഇന്ന് ഐക്യപ്പെടേണ്ടത്. ഓരോ കുഞ്ഞേട്ടന്മാരും ഓരോ മാലിപ്പറമ്പിൽ അച്ഛന്മാരുമായി മാറേണ്ടത് നമ്മളാണ്. അങ്ങനെ മാറുമ്പോഴാണ്, ആ പതാകയുടെ ചുണ്ടിൽ നിൽക്കുമ്പോഴാണ്, ആ കൊടിയുടെ നിറം നോക്കി ചെമ്മഞ്ഞ കൊടിയിലെ താഴെ നിൽക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമാകേണ്ടത്. നമ്മൾ 75ാം ജൂബിലി വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഈ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഇതൊരു ആഘോഷമായി മാത്രം കടന്നു പോകരുത്. 35 വർഷങ്ങൾക്ക് മുമ്പ് ബെത്തങ്ങാടി രൂപത ഉദനയിൽ വെച്ച് ഒരു വലിയ ആഘോഷം നടത്തി. അന്ന് ഞങ്ങള് ശരിപ്പിച്ചിട്ടുണ്ട്. ഗണ്ഡിബാഗിൽ നിന്ന് വണ്ടി കയറി ഉദനയിൽ ചെന്നു. അവിടെ ഇറങ്ങി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷം. കൊടിയും പിടിച്ച് കയ്യില് കൊടിയും പിടിച്ചുകൊണ്ട് വളരെ തീഷ്ണതയോടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നുപോയ ആ ഒരു അനുഭവം അത് മറക്കാൻ പറ്റത്തില്ല. ആ റാലി ഒരു മത്സരമായി മാറിയപ്പോൾ അതിന്റെ ആവേശം ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വർഷം നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇനി 75 കടന്നു പോകും, 100 വരും. 100 വരുമ്പോൾ ഇതുപോലെ നിന്ന് പറയണം, 75ന്റെ ആഘോഷമാണ് എന്നെ ഒരു പ്രേക്ഷിതനാക്കി മാറ്റിയതെന്ന്. അതിനുള്ള വഴിയാണ് നാം ഈ 75ാം ജൂബിലി വർഷത്തില് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഈ മിഷൻ വർഷം
ഈ ജൂബിലി വർഷം ഏറ്റവും മനോഹരമായി ഹൃദയത്തില് ഒരു ശക്തിയായി യേശുവിന്റെ ദീപവുമായി നമ്മുടെ സ്നേഹത്തിനും ത്യാഗത്തിനും നമ്മളിലുള്ള സഹനത്തിനും നമ്മൾ തിരി കൊളുത്തിക്കൊണ്ട് ആ തിരി മറ്റുള്ളവരിലെ അഗ്നിജ്വാലയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ മക്കളിലെ അഗ്നിജ്വാലയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായി ഈ വർഷം നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ജയ് മിഷൻ ലീഗ്. രൂപതയെ അഭിമുഖീകരിച്ചുകൊണ്ട് ആശംസാ പ്രസംഗമേകിയ ഷിജു പഞ്ചിൽ സാറിന് ഒത്തിരിയേറെ നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായിട്ട് ജിനു വാഴപ്പള്ളി അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ പിതാവേ, സ്റ്റേറ്റ് പ്രസിഡന്റായ ജോണി സാറെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പിന്നെ എന്റെ പ്രിയപ്പെട്ട കൊച്ചു മിഷണറിമാരെ, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള സകല തയ്യാറെടുപ്പുകളും നടത്തി ബൈക്കിൽ വഴിയിൽ പോകുന്ന വഴി റോഡിൽ കല്ലിൽ തട്ടി സൈക്കിളിൽ നിന്ന് വീണിരുന്ന ഒരു പാവം അപ്പച്ചനെ കാണുന്നു. രാവിലെ തന്നെ ഓരോന്നും ഇറങ്ങിക്കോളും എന്നും മനസ്സിൽ കരുതി അയാൾ നേരെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ ചെയ്തതിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ? വളരെ എളുപ്പം കാണാൻ കഴിയുന്ന ദൃശ്യം തന്നെയാണ് ഇത്. പക്ഷേ ചെറുപുഷ്പ മിഷൻ ലീഗിലെ അംഗങ്ങളും ഭാരവാഹികളുമായ നാം ഓരോരുത്തരും ഇത് ചെയ്താൽ അതിലൊരു അസാധാരണത്വമില്ലേ? അതേ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ദിവസമാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 75 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഈ സംഘടന ഇന്നൊരു വലിയ കൂട്ടായ്മയായിരിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇന്ന് നമ്മുടെ ശക്തിയായിരിക്കുകയാണ്. എന്തോരം മിഷനറിമാരെയാണ് നമ്മൾക്ക് ഇത് സമ്മാനിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും അൽമായ പ്രേക്ഷിതരെ. അതേ സുഹൃത്തുക്കളെ, അൽമായ പ്രേക്ഷിതരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. ഇതിലൂടെയൊക്കെ നമുക്ക് നൽകിയത്, നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്താണ്? അതെ, നമുക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘടന ലോകത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം കുട്ടികളായ നമ്മൾ ഓരോരുത്തരുമാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മിഷൻ ലീഗിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ലോകത്തിനെ കർത്താവിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളായ നാം ഓരോരുത്തരും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈ സംഘത്തിൽ ഒരുപാട് തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ മിഷൻ ലീഗിനെ ശക്തിയാക്കേണ്ടതിരിക്കുന്നു. ഇങ്ങനെ ഓരോ കുട്ടികളും പ്രമുഖന്മാരായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്. അന്നാപുരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസാ പ്രസംഗമേകിയ ജിനു വാഴപ്പള്ളി അവർക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയേകുന്നു. ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സമയം വൈകിയെന്നറിയാം. ഇത് മനഃപൂർവ്വം സമയം വൈകിച്ചതാണ്. നല്ല വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് സമയം വൈകിച്ചതാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ജൂബിലി ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി, ഈ സീമലിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം നടത്തുകയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ പ്രോഗ്രാം ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടു, നമ്മുടെ കുഞ്ഞേട്ടനൊക്കെ മുട്ട സംഘടിപ്പിച്ചതും കോഴിമുട്ടയും കോഴിയൊക്കെ സംഘടിപ്പിച്ച് വിറ്റും കാശ് വാങ്ങിയും പിടിച്ചുമൊക്കെ ജീവിച്ചൊരു കാലഘട്ടമുണ്ടെന്ന് പറയും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ വേറെ രൂപത്തിലേക്ക് ഞാൻ വരികയാണ്.
നമ്മുടെ ഇന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് CML പടർന്ന് പന്തലിക്കട്ടെ എന്നാണ്. തീർച്ചയായിട്ടും പടർന്ന് പന്തലിക്കണം. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് തന്നെ ഞാനിവിടെ 4 കശുമാവിൻ തൈ വെച്ചിരിക്കുന്നു. ഇത് പടർന്ന് പന്തലിക്കണം. ഈ കശുമാവിൻ തൈ എല്ലാ CML പ്രവർത്തകർക്കുള്ളതാണ്. ആഗ്രഹമുള്ള, സ്ഥല സൗകര്യമുള്ള അവർക്ക് മാത്രം, അത് അധ്യാപകരായിക്കൊള്ളട്ടെ, സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ, ആരായാലും ആഗ്രഹമുള്ള, സ്ഥല സൗകര്യമുള്ള ഈ പ്ലാന്റുകൾ ബന്ധപ്പെട്ട് ഓർമ്മയ്ക്കായി ലഭിച്ചിരിക്കുന്ന ഈ കശുമാവിന് എൻ്റെ പറമ്പിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു സ്ഥാനം കൊടുക്കുക. ഈ കശുമാവിനെ കാണുമ്പോൾ ഇത് CMLന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഓർമ്മയ്ക്കാണെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇത് CML സംഘടനയ്ക്കുള്ളതാണ്. ഇത് വർഷങ്ങളോളം നിലനിൽക്കട്ടെ. എല്ലാ വർഷവും നമുക്ക് ഫലം തരട്ടെ. വളം കൊടുക്കണ്ട, വെള്ളം കൊടുക്കണ്ട, നമുക്ക് ഫലം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാവർക്കും ഇതിന് തരാൻ ഉദ്ദേശമുണ്ട്. ഇവിടെ ഇന്നില്ല. നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് 3 ഫൊറോനയിലെയും പ്രതിനിധികളെ ഞാൻ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 പേരെ ഞാൻ പേര് ചൊല്ലി വിളിക്കും. നിങ്ങൾ അതിൽ നിന്നും ഇത് സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഭിമന്യ പിതാവ് എനിക്ക് ആദ്യമേ തന്നെ ഒരു തരും. അതിനുശേഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. ഇതിൻ്റെ സാമ്പത്തിക വരുമാനം ഞാൻ നേരത്തെ കണക്കൂട്ടി. ഒരു വർഷം ഒരു 2000 രൂപയ്ക്ക് അല്ലേ, ഒരു വർഷം 2000 രൂപയിൽ 15% ഇത് നോക്കുന്നതാണ്. 15% ഇടവകയ്ക്ക് ജൂബിത ഈ CML പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാക്കി 20% കൊറോണ ലെവലിലേക്ക്, 50% ജൂബിതയ്ക്ക് എന്ന് പറയുമ്പോൾ ജൂബിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, CML പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ സംരക്ഷിക്കാം. നമുക്ക് ഇത് വളർന്ന് പന്തലിക്കട്ടെ. ഓക്കെ, താങ്ക് യു. തൃപ്പൻപെട്ട് പുറനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ മരിയ SAPSനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുറനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ നിഖിൽ വിൽസനെ ക്ഷണിക്കുന്നു. എന്നാർപുര പ്രണയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ അൻജോ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ഈ കശുമാവൻ അവരവരുടെ പറമ്പിന്റെ കിഴക്ക് ഭാഗത്ത് തന്നെ നട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നിധി പള്ളിയിലോട്ട് രൂപതയ്ക്ക് കൊടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുവാനായി മിസ്റ്റർ ജോസ് തരകൻ ഇവരുകൾ, നാഷണൽ റീജിയണൽ ഓർഗനൈസർ, ഇവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കും. അഭിമന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, വിശിഷ്ടാതികളെ, ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ മാതൃഭാഷ മലയാളത്തിലായിരുന്നു. പിതാവിൻ്റെ അനുവാദത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തല് ഇവിടുത്തെ പ്രാന്തീയ ಭಾಷೆ ಕನ್ನಡದಲ್ಲೇ ಮಾತುಕೊಳ್ತೆ. ನಾವೆಲ್ಲರೂ ಅತಿಯಾಗಿ ಈ ಒಂದು ಪ್ರೋಗ್ರಾಮ್ನ ವಿಜಯಕ್ಕಾಗಿ ಆ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ್ವಿ. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿದ ದೇವರು ಇವತ್ತಿನ ದಿನ 106 ಕಿಲೋಮೀಟರ್ಗಳ ದೂರದಿಂದ ಅನೇಕ ವ್ಯಕ್ತಿಗಳಲ್ಲಿ ಬರೋದಕ್ಕೆ, ಅದೇ ರೀತಿ ಇವತ್ತಿನ ಒಂದು ಕಾಲಾವಸ್ಥೆಯನ್ನು ಸಹ ನಮಗೆ ಅನುಕೂಲ ಮಾಡಿಕೊಟ್ಟಂತ ದೇವರಿಗೆ ಪ್ರಪ್ರಥಮವಾಗಿ ನಮಿಸುತ್ತಾ, ನಮಗಾಗಿ ಈ ಒಂದು
ಈ ಕಾರ್ಯಕ್ರಮಕ್ಕಾಗಿ ಈ ಒಂದು ದಿನವನ್ನೇ ನಮಗಾಗಿ ತೆಗೆದಿಟ್ಟು ನಮಗಾಗಿ ದಿವ್ಯ ಬಲಿ ಪೂಜೆಯನ್ನು ಅರ್ಪಿಸಿ ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡಿ ಉದ್ಘಾಟನಾ ಭಾಷಣವನ್ನು ಮಾಡಿ ರಿಸೋರ್ಸ್ ಟೀಮು ಮತ್ತು ಮೀಡಿಯಾ ಟೀಮನ್ನ ನಮ್ಮೆಲ್ಲರಿಗೂ ಪ್ರಖ್ಯಾಪನೆ ಮಾಡಿ ದಿವ್ಯ ಬಲಿ ಪೂಜೆಯಲ್ಲಿ ನಮಗೆಲ್ಲರಿಗೂ CMLನ ಚರಿತ್ರೆ, ಕುಂಜೇಟ ಹಾಗೂ ಫಾದರ್ ಜೋಸಫ್ ಮಾನಿಪರಂಬರವರ ಆದರ್ಶ ತೀಕ್ಷ್ಣತೆಗಳ ಬಗ್ಗೆ ನಮಗೆ ಹೇಳಿಕೊಟ್ಟು ಅವ್ರನ್ನ ಅನುಕರಣೆ ಮಾಡೋದ್ರ ಮೂಲಕ CMನ ಅಂಗಗಳಾಗಿರುವಂತೆ ನಮಗೆಲ್ಲರಿಗೂ ತಿಳಿಸ್ಕೊಟ್ಟಂತ ನಮ್ಮ ಪರಮ ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರು, CMLನ ಪ್ಯಾಟ್ರನ್ ಆಗಿರುವಂತಹ ಪರಮ ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರು ಜೋಸಫ್ ಹನುಮಂಚಾಳ ಪಿದಾವಿಗೆ ನಮ್ಮ CMLನ ರಾಜ್ಯ ಹಾಗೂ ದೇಶೀಯ ಸಮಿತಿಯ ಪರವಾಗಿಯೂ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿಯೂ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ನಮಗಾಗಿ ಈ ದಿನ ಬಂದು ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿ ಧ್ವಜಾರೋಹಣವನ್ನು ಮಾಡಿ ನಾವು ನಡೀತಿರುವುದು ನಮ್ಮ ಪೂರ್ವಿಕರು ನಡೆದುಕೊಂಡ ದಾರಿಯಲ್ಲಿ ಆ ದಾರಿಯನ್ನು ನಾವು ಅನುಕರಣೆ ಮಾಡಿದ್ದೇ ಆದರೆ ಈ CML ನಿಂದ ನಮ್ಮ ಸಭೆಗೆ ಏನಾದರೂ ಕೊಡುಗೆಗಳನ್ನ ಕೊಡಬಹುದು ಅನ್ನೋದನ್ನ ಅವರ ಮಾತುಗಳಲ್ಲಿ ತೋರಿಸಿಕೊಟ್ಟ ನಮ್ಮ ರಾಜ್ಯಾಧ್ಯಕ್ಷರು ಹಾಗೂ ರಾಷ್ಟ್ರೀಯ ಸಮಿತಿಯ ಆರ್ಗನೈಸರು ಆಗಿರುವಂತಹ ಜಾನ್ ಕೊಚ್ಚುಚೆರ್ನಾಲತ್ ಇವರಿಗೆ CMLನ ರಾಜ್ಯ ಹಾಗೂ ದೇಶೀಯ ಸಮಿತಿಯ ಪರವಾಗಿ ನಮ್ಮ ಎಲ್ಲರ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮದ ವಿಜಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿದ ಭದ್ರಾವತಿ CML ಧರ್ಮಕ್ಷೇತ್ರದ ಸಹ ನಿರ್ದೇಶಕರಾದ ಸಿಸ್ಟರ್ ಸುಪ್ರಿಯಾರವರಿಗೂ, ಅದೇ ರೀತಿ ಜೂಬಿಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಸಲ್ಲಿಸಿದ ಸಿಸ್ಟರ್ ಮರಿಯಾ SABS ಅವರಿಗೂ ಸಹ CMLನ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮೆಲ್ಲರಿಗೂ ಸಹ ಅಭೂತಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನು ಸಲ್ಲಿಸಿದ ಹಾಗೂ ಇವತ್ತಿನ ದಿನ ನಮಗೆಲ್ಲರಿಗೂ ಸಹ ಒಂದೊಂದು ಗಿಡಗಳನ್ನು ಸಹ ಕೊಟ್ಟು ಅದರ ಮೂಲಕ ನಮ್ಮ CML ಕರ್ನಾಟಕದಲ್ಲಿ ಬೆಳೆಯೋದಕ್ಕಾಗಿ ನಮ್ಮೆಲ್ಲರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದ ಫಾದರ್ ಈ ಸ್ಟೇಟ್ನ CMLನ ಡೈರೆಕ್ಟರ್ ಆಗಿರುವಂತಹ ಹಾಗೂ ಭದ್ರಾವತಿ ಡಯಾಸಿಸ್ನ ಡೈರೆಕ್ಟರ್ ಆಗಿರುವಂತಹ ವಂದನೀಯ ಗುರುಗಳಾದ ಫಾದರ್ ಸಬಾಸ್ಟಿನ್ ಪುಲ್ಲುಕಾಟ್ರ್ ಅವರಿಗೆ ನಮ್ಮ ಪರವಾಗಿಯೂ ಹಾಗೂ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿಯೂ ಹೃದಯಪೂರ್ವಕವಾದ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. CMLನ ಉಗಮ ಯಾವ ರೀತಿ ಆಯಿತು, ಅದರ ದೌತ್ಯಗಳೇನು, ಇದರ ಬಗ್ಗೆ ಎಲ್ಲ ನಮಗೆ ಸಂದಿಗ್ಧವಾಗಿ ಹೇಳಿಕೊಟ್ಟು ನಮ್ಮೆಲ್ಲರನ್ನು ಉತ್ತೇಜಿಸಿದ ನಿಮ್ಮೆಲ್ಲರ ಪ್ರಿಯರಾದ CML ದೇಶೀಯ ಸಮಿತಿಯ ವೈಸ್ ಡೈರೆಕ್ಟರ್ ಆಗಿರುವಂತಹ ಹಾಗೂ ಇಲ್ಲಿನ CML ಭದ್ರಾವತಿ ಡಯಾಸಿಸ್ನ ಡೈರೆಕ್ಟರ್ ಆಗಿರುವಂತಹ ವಂದನೀಯ ಗುರು ಫಾದರ್ ಜೋಸಫ್ ಮಟಪಿಲ್ ಫಾದರ್ ಅವರಿಗೆ ದೇಶೀಯ ಸಮಿತಿಯ ಪರವಾಗಿಯೂ ರಾಜ್ಯ ಸಮಿತಿಯ ಪರವಾಗಿಯೂ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿಯೂ ಹೃದಯಪೂರ್ವಕವಾದ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಜೂಬಿಲಿ ಆಂಥಮನ್ನು ನಮಗೆ ಆಡಿದಂತಹ ಎನ್ನಾಪುರ ಕೊಯರ್ ಟೀಮಿಗೆ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ದೊಡ್ಡ ಸಾಗರಗಳಾಗಬೇಕು ಅಂದ್ರೆ ಚಿಕ್ಕ ಚಿಕ್ಕ ಹಳ್ಳಗಳು ಅವಶ್ಯಕತೆ ಇದಾವೆ ಅಂತೇಳಿ CMLನ ಪ್ರತಿಯೊಂದು ಅಂಗಗಳು ಸಹ ಚಿಕ್ಕ ಹಳ್ಳವಾಗಿ ಮಾರ್ಪಟ್ಟರೆ ದೊಡ್ಡ ಸಮುದ್ರವಾಗೋದ್ರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ ಎಂಬ ಮೆಸೇಜ್ ಅನ್ನ ನಮಗೆಲ್ಲರಿಗೂ ಕೊಟ್ಟಂತಹ ಭದ್ರಾವತಿ ಧರ್ಮಕ್ಷೇತ್ರದ ಚಾನ್ಸಲರ್ ಹಾಗೂ ಕ್ಯಾಟಗಿಸಮ್ನ ಡೈರೆಕ್ಟರ್ ಆದಂತಹ ವಂದನೀಯ ಗುರು ಟಿನೋ ವೆಳ್ಳಾರಂಕಾಲೆಯನ್ ಅವರಿಗೆ CMLನ ದೇಶೀಯ ಸಮಿತಿಯ ಪರವಾಗಿಯೂ ಹಾಗೂ ರಾಜ್ಯ ಸಮಿತಿಯ ಪರವಾಗಿಯೂ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಾವೆಲ್ಲರೂ ಸ್ವರ್ಗಕ್ಕೆ ಹೋಗಬೇಕಾದ್ರೆ ಟಿಕೆಟ್ ಕೊಡುವಂತ ಒಂದೊಂದು ಮಷಿನ್ಗಳಾಗಬೇಕು ಅಂತ ನಮ್ಮನ್ನ ಎಚ್ಚರಿಕೆ ಮಾಡಿದಂತಹ CML ಡೈರೆಕ್ಟರ್ ಮಂಡ್ಯ ಡಯಾಸಿಸ್ನ
ವಂದನೀಯ ಗುರುಗಳಾದ ಬೆನ್ನಿ ಆಶರಿಕನಲ್ಲಿ ಅವರಿಗೆ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಆರಂಭ ಬರೀ ಸಮಾರಂಭವಾಗಿ ಮಾತ್ರ ಇರದಲ್ಲೇ ಕಾರ್ಯರೂಪಕ್ಕೆ ಬರಬೇಕು ಅಂತೇಳಿ ನಮ್ಮೆಲ್ಲರಿಗೆ ಮೆಸೇಜ್ ಅನ್ನು ಕೊಟ್ಟಂತಹ ನಮ್ಮ ಫರೋನಾ ವಿಗಾರಾದಂತಹ ವಂದನೀಯ ಗುರು ಫಾದರ್ ಥೋಮಸ್ ಕುಳತಿಂಗಲ್ ಅವರಿಗೆ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಆರಂಭವಾದ ಈ ಜೂಬಿಲಿ ಮುಗಿಯುವವರೆಗೆ ಬರೀ ಸಮಾರಂಭವಾಗಿ ಉಳ್ಕೊಳ್ಳೋದಲ್ಲೇ ನಾವೊಬ್ಬೊಬ್ಬರು ಸಹ ಕಾರ್ಯಕರ್ತರಾಗಬೇಕು ಇದರಲ್ಲಿ ಅಂತೇಳಿ ನಮ್ಮೆಲ್ಲರಿಗೂ ಸಂದೇಶವನ್ನು ನೀಡಿದ ಕರ್ನಾಟಕದ CML ವೈಸ್ ಡೈರೆಕ್ಟರಾದಂತಹ ವಂದನೀಯ ಗುರು ಫಾದರ್ ರೋಷನ್ ಪುದುಶೇರಿ ಅವರಿಗೂ ಸಹ ನಮ್ಮ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಇಂದಿನ ಲವ್ ಜಿಹಾದ್ ಇರ್ಬೋದು ಅಥವಾ ಇನ್ನಿತರೆ ಕಾರ್ಯಗಳಿರ್ಬೋದು, ಅದೆಲ್ಲದರಿಂದ ರಕ್ಷಿಸುವಂತ ಒಂದು ಹೊಣೆಯೂ ಸಹ CMLಗಿದೆ. ಹಾಗಾಗಿ CML ನಾವು ಅದೆಲ್ಲ ಕಲಿಸ್ಕೊಡ್ಬೇಕು ಅಂತೇಳಿ ನಮಗೆ ತಿಳಿಸ್ಕೊಟ್ಟಂತಹ CML ಡೈರೆಕ್ಟರ್ NR ಫರೋನಾ ಡೈರೆಕ್ಟರ್ ಆದಂತಹ ವಂದನೀಯ ಗುರು ಫಾದರ್ ಜೇಮ್ಸ್ ಚಿರುಪಿಲ್ ಅವರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ವಂದನೆಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅಭಿನಂದನಾ ಸಂದೇಶದ ಮೂಲಕ CML ನಲ್ಲಿ ಮಾದರಿಗೆಯನ್ನು ತೋರಿಸಿಕೊಟ್ಟಂತಹ ನಮ್ಮ ಭದ್ರಾವತಿಯ ಪ್ರೆಸಿಡೆಂಟ್ ಆದಂತಹ ವರುಣ್ ಥೋಮಸ್ ರವರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ವಂದನೆಗಳನ್ನ ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೀನಿ. ಅದೇ ರೀತಿ ಸಹನೆ ಮಕ್ಕಳಿಗೆ ಕಲಿಸಬೇಕು ಅನ್ನೋದನ್ನ ನಾವು ರೂಪೀಕರಿಸಿಕೊಂಡು ಬರಬೇಕು ಅಂತೇಳಿ ಬೆಳ್ತಂಗಡಿಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶಿಜು ಪನಚಿಕ್ಕಲ್ ಅವರು ನಮಗೆ ತಿಳಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಮಿಷನ್ ಲೀಗಿನವರು ಇತರರಿಗೆ ಮಾದರಿಯಾಗಿ ಜೀವನ ಮಾಡಬೇಕು ಅನ್ನೋದನ್ನ ತೋರಿಸಿಕೊಟ್ಟಂತಹ ತನ್ನ ಅಭಿನಂದನಾ ಭಾಷಣದಲ್ಲಿ ತೋರಿಸಿಕೊಟ್ಟಂತಹ NR ಅಧ್ಯಕ್ಷೆಯಾದಂತಹ ಜಿನು ವಾಡಪಳ್ಳಿಯವರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ನಾನು ವಂದನೆಗಳನ್ನ ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೀನಿ. ಈ ಕಾರ್ಯಕ್ರಮವು ತುಂಬಾ ಚೆನ್ನಾಗಿ ನಡಿಬೇಕು ಅಂದ್ರೆ ಅದರಲ್ಲಿ ಮೈನ್ ಸೂತ್ರಧಾರಿ ಅಂತ ಇರ್ತಾರೆ, ಅವರು ನಿರೂಪಕರು. ನಾವೀಗ ವಂದನಾರ್ಪಣೆ ಅರ್ಪಿಸ್ತೀವಿ, ಫಾದರ್ ಬಂದು ಸ್ವಾಗತನೂ ಮಾಡಿದ್ರು. ಬಟ್ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಸಹ ಸ್ವಾಗತ ವಂದನಾರ್ಪಣೆ ಸಲ್ಲಿಸಿರುವಂತವ್ರು, ನಿರೂಪಣೆ ಮಾಡುವಂತವ್ರು. ಸೊ ಈ ಪ್ರೋಗ್ರಾಮ್ನ ವಿಜಯಕ್ಕಾಗಿ ಶ್ರಮಿಸಿದ ನಿರೂಪಕಿ ಶ್ರೀಮತಿ ಶೈನಿಯವರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ವಂದನೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀನಿ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ವಿಜಯ ಆಗ್ಬೇಕು ಅಂದ್ರೆ ಬರೀ ಮೇಲೆ ಸ್ಟೇಜ್ ಮೇಲೆ ಕೂತಿರೋರು ಮಾತ್ರ ಸಾಧ್ಯ ಆಗಲ್ಲ. ಯಾಕಂದ್ರೆ ಇಲ್ಲಿ ಜ್ವಲಿಸ್ಬೇಕು ಅಂದ್ರೆ ಪ್ರತಿಯೊಬ್ಬ ಕಾರ್ಯಕರ್ತರು, ಸಮಿತಿಯ ಪ್ರತಿಯೊಂದು ಅಂಗಗಳು ಸಹ ಈ ಒಂದು ಇದಕ್ಕೆ ಸಮಾರಂಭದ ವಿಜಯಕ್ಕಾಗಿ ಶ್ರಮಿಸಿದ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಸಹ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ವಂದನಾ ಭಾಷಣ ಮುಗಿಸ್ತಾ ഇದ್ದೀನಿ. ധന്യവാദങ്ങൾ. വന്ദനാർപ്പണ ചെയ്ത നമ്മുടെ വരുൺ സാറിന് ഒത്തിരിയേറെ നന്ദി. വാക്കും പ്രവൃത്തിയും ഒന്നാകണം. ഉള്ളിലെ നന്മയുടെ തിരുനാളങ്ങൾ കത്തിച്ച് അനേകർക്ക് മുൻപിൽ പ്രകാശമായി തീരാൻ സാധിക്കണം. മിഷന്റെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ മുന്നേറട്ടെ. കുതിക്കുന്ന കാലുകളും തുടിക്കുന്ന ഹൃദയവുമായി വിളഞ്ഞ വയലിലേക്ക് തെളിഞ്ഞ മനസ്സോടെ കൊയ്ത്തിനായി ഇറങ്ങാൻ മിഷനിൻ ചൈതന്യം മയങ്ങാത്ത തേജസ്സായി കർമ്മനിരതരാകട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞതുപോലെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം, മിഷനറി ആകണം, മിഷനെ സഹായിക്കണം. എല്ലാം നല്ല വാക്കുകൾക്കും ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു മിഷനറിയായി തീരുവാൻ ആഗ്രഹിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായി സമാപന ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞു. സുനിലച്ചന് നമ്മുടെ പ്ലാനിങ് ഉടനെ മീറ്റിംഗ് എല്ലാം ഇങ്ങനെ തത്സമയം എല്ലാം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ നമ്മൾ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അച്ഛന് ഞാൻ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി. സ്നേഹിതാവായ ദേവി മിഷൻ ലീഗ് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ഇന്നോട് ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ അന്ധമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വലിയ ഒരു കുടുംബാഘോഷത്തിലാണ്. കഴിഞ്ഞ 74 വർഷങ്ങൾ ഈ മിഷൻ ലീഗ് സംഘടനയിൽ അങ്ങയുടെ ശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ രൂപീകരിച്ച് ഭാരതസഭയ്ക്കും ആഗോളസഭയ്ക്കും വലിയ അനുഗ്രഹമാക്കി മാറ്റിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. മിഷൻ ലീഗിലൂടെ അങ്ങ് തിരുസഭയ്ക്കും ലോകത്തിനും നൽകിയ അളവറ്റ കൃപകൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മിഷൻ
മിഷണറിയുടെ സ്ഥാപക പിതാക്കന്മാരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗത്തിലായിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥന മാധ്യസ്ഥം ഞങ്ങൾക്ക് കരുത്താകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ തീക്ഷ്ണതയോടെ സുവിശേഷം ജീവിക്കുവാനും സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ടുള്ള കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ സഹോദരങ്ങളിലേക്കും ഈശോയിലൂടെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ രക്ഷയും സ്നേഹവും പകർന്നു കൊടുക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി ആഘോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊതുജീവൻ നേടുന്നതിനുള്ള അവസരമായിട്ട് മാറട്ടെ. മിഷൻ ലീഗിൻ്റെ സ്ഥാപക ചരിത്രത്തിലേക്ക് ഞങ്ങളെല്ലാവരും വളരുവാനായിട്ട് ഈ ജൂബിലി ആഘോഷം ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന പ്രവർത്തന പദ്ധതി കൃത്യമായും നടപ്പാക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻ ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഈ ജൂബിലി ആഘോഷം വെറും ആഘോഷമായിട്ട് തീരാതെ ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള നവീകരണത്തിനും കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള യഥാർത്ഥിക്കുന്ന അവസരമാക്കി മാറ്റാനായിട്ട് നേതൃത്വത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മിഷൻ ലീഗിൻ്റെ എല്ലാ അംഗങ്ങളെയും മിഷൻ ലീഗിൻ്റെ എല്ലാ ഉപകാരികളെയും ഞങ്ങൾ അവരുടെ മുൻപിൽ ഓർക്കുന്നു. ഈ ജൂബിലി സമ്മേളനം ഭംഗിയായിട്ട് സംഘടിപ്പിക്കാനായിട്ട് അത് സഹായിച്ച എല്ലാവരെയും അത് സഹായിച്ചതിന് അതിന് നേതൃത്വം എടുത്തവരെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ കൂടുതൽ ഊർജ്ജമായി പ്രവർത്തിക്കാനുള്ള ആ ഒരു ചൈതന്യത്തോടെ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവിടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനായിട്ടുള്ള പരവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻ ലീഗിൻ്റെ ആ മധ്യസ്ഥ ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ആ പ്രേക്ഷിത തീഷ്ണതയിൽ ഞങ്ങൾ ഓരോരുത്തരും വളരുവാനുള്ള കൃപ നൽകണമേ. വിശുദ്ധാത്മാൻസ നിന്റെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. മിഷനെ സ്നേഹിക്കുവാൻ ഓരോ തീഷ്ണതയുള്ള മിഷണർമാരായിട്ട് മാറുവാൻ മറ്റുള്ളവരിലേക്കും ആ ജ്വാല പ്രവർത്തിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഈശ്വരൻ വാങ്ങിച്ചു നൽകണമേ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ.